Good day dear aspirants, എൻ്റെ പേര് ആതിര. ഏവർക്കും മാസിക് അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ 9th SCERT സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓൾറെഡി ഇപ്പോൾ നമ്മൾ 2 ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന തേർഡ് ചാപ്റ്റർ ആണ്. തേർഡ് ചാപ്റ്ററിൻ്റെ പേര് ചലന നിയമങ്ങളാണ് കേട്ടോ. ചലന നിയമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് ഈ ചലന നിയമങ്ങൾ എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഓവർവ്യൂ, ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം, SCERT ബൂസ്റ്റർ, ഹയർ ലെവൽ SCERT ക്രാക്ക്, PYQ. അപ്പോൾ ഇത്രയും കംപ്രൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഒരു ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ പറയുന്നത് പരിണിത ബലത്തെ പറ്റിയാണ്. അപ്പോൾ എന്താണ് പരിണിത ബലം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് റിസൾട്ടന്റ് ഫോഴ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ എന്താണ് പരിണിത ബലം എന്ന് നമുക്ക് നോക്കാം. ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലമാണ് സബല ബലം അല്ലെങ്കിൽ പരിണിത ബലം. അപ്പോൾ പരിണിത ബലം അല്ലെങ്കിൽ സബല ബലം എന്ന് പറഞ്ഞാൽ ഒരു സമയം, ഇപ്പൊ നമ്മൾ ഒരു വസ്തു എടുക്കുന്നു, ആ ഒരു വസ്തുവിൽ ഒരു സമയത്ത് ഒന്നിലധികം ബലങ്ങൾ അനുഭവപ്പെടുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നു. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റിലാണ് ഒന്നിലധികം ബലങ്ങൾ പ്രയോഗിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ബലം നമ്മൾ പ്രയോഗിക്കുന്നു അല്ലേ. നമുക്കതിനെ F1 എന്നും F2 എന്നും F3, F4, F5, F6 എന്നിങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേ സമയം ഈ ഒരു സമയത്ത് ഉള്ള ഈ എല്ലാം പ്രയോഗിക്കുന്ന ഒന്നിലധികം ബലങ്ങളെ നമുക്കൊന്ന് കൂട്ടി നോക്കാം. അപ്പോൾ ഈ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സബല ബലം, അല്ലെങ്കിൽ വിളിക്കും പരിണിത ബലം, അല്ലെങ്കിൽ പറയും റിസൾട്ടന്റ് ഫോഴ്സ്. സോ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പരിണിത ബലം എന്ന് പറയുന്നത് എന്താണ്? ആകെ ബലങ്ങളുടെ തുകയാണ്. അതായത് ഇവിടുത്തെ കേസിൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചാൽ മതി. F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4 പ്ലസ് F5 പ്ലസ് F6 ആകെ ബലത്തിൻ്റെ തുകയാണ് പരിണിത ബലമായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കാം. പരിണിത ബലം അല്ലെങ്കിൽ സബല ബലം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒരു വസ്തുവിൽ കിഴക്ക് ദിശയിൽ 100 ന്യൂട്ടൺ ബലവും, അപ്പം ഞാൻ എൻ്റെ ഒരു വസ്തു എടുക്കുന്നു. ഓക്കെ, അപ്പം നമുക്കറിയാം കിഴക്കെന്ന് പറയുന്നത് ഈ ദിശയാണ് അല്ലേ. കിഴക്ക് ദിശയിൽ വസ്തുവിലേക്ക് 100 ന്യൂട്ടൺ ബലവും പടിഞ്ഞാറ് ദിശയിൽ 180 ന്യൂട്ടൺ ബലവും പ്രയോഗിക്കുന്നു. ഓക്കെ, ഒരു വസ്തു എടുത്തു. ആ വസ്തുവിൻ്റെ പടിഞ്ഞാറ് ദിശയിൽ 180 ന്യൂട്ടണും കിഴക്ക് ദിശയിൽ 100 ന്യൂട്ടൺ ബലവുമാണുള്ളത്. അപ്പോൾ ഈ സമയത്തെ പരിണിത ബലം അല്ലെങ്കിൽ നമുക്കുള്ള സബല ബലം അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പരിണിത ബലം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ബലം എന്താണോ അതിൻ്റെ തുക എടുത്താൽ മതി, ആകെ ബലം എടുത്താൽ മതി. തുക ബലത്തിൻ്റെ നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതാ നോക്കിയേ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. നിങ്ങൾ എപ്പോഴും ഓർക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. അത് കേൾക്കാത്തവർ ഇതും കൂടെ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ എപ്പോഴും ആക്സിസ് ബേസ് ചെയ്താണ് പറയുന്നത്. നമ്മൾ ഒരു ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ആ ആക്സിസിൻ്റെ സെൻറ്ററിൽ നിന്നും വലത്തോട്ടുള്ള റീഡിങ്ങുകൾ പോസിറ്റീവായിട്ടും സെൻറ്ററിൽ നിന്നും ഇടത്തോട്ടുള്ള റീഡിങ്ങുകൾ നെഗറ്റീവായിട്ടും വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ആക്സിസ് എടുത്താൽ ആ ആക്സിസിൻ്റെ വലതുവശത്ത് വരുന്ന റീഡിങ്ങുകൾ പോസിറ്റീവും ഇടതുവശത്ത് വരുന്ന റീഡിങ്ങുകൾ നെഗറ്റീവുമാണ്. ഇവിടെ നമ്മുടെ വസ്തുവിനെ തന്നെയാണ് നമ്മൾ ഈ ആക്സിസിൻ്റെ സെൻറ്ററായിട്ട് എടുക്കുന്നത്. അതായത് സെൻറ്ററായിട്ട് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് ആണ്, നമ്മുടെ വസ്തുവാണ്. അപ്പം വസ്തുവിൻ്റെ വലതുവശത്തുള്ള റീഡിങ് എന്താ നമ്മളിപ്പോൾ പഠിച്ച്? വലതുവശത്ത് റീഡിങ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഈ 100 ന്യൂട്ടൺ പോസിറ്റീവ് ആയിരിക്കും. ഇനി നോക്കിയേ, ഇടതുവശത്ത് റീഡിങ് ഓർത്ത് വെക്കുക, ഇടതുവശത്ത് റീഡിങ് നെഗറ്റീവ് ആണ്. നമ്മളിപ്പോൾ കണ്ടു സെൻറ്ററിൽ നിന്നും ഇടത്തോട്ടുള്ള എല്ലാ റീഡിങ്ങും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് -180 കിട്ടും. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇനി സൈൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളൊന്ന് പരിണിത ബലം പറഞ്ഞേ. 100 ന്യൂട്ടൺ ഉണ്ട്, അത് പ്ലസ് ആണ്. പിന്നീട് ഒരു 180 ന്യൂട്ടൺ ഉണ്ട്, അത് മൈനസ് ആണ്.
അല്ലെ? അപ്പോൾ ഒരു പ്ലസും വന്നു, ഒരു മൈനസും വന്നു, ഡിഫറൻ്റ് ആയിട്ടുള്ള സൈൻ വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുക. 180 വലിയ സംഖ്യ. 150 നിന്നും 100 കുറച്ചു. 0, 5 0 പോയ 5, 1 1 പോയ 0. അപ്പൊ എത്ര കിട്ടി? 50 എന്ന് കിട്ടി. ഇത് മാത്രം കൊണ്ട് ആൻസർ ആയില്ല. ഇനി നമ്മൾ വലിയ സംഖ്യയുടെ സിമ്പൽ കൊടുക്കണം. ഇവിടെ വലിയ സംഖ്യ 180 അല്ലേ? ഇതിനോട് ചേർന്ന് കിടക്കുന്ന സിമ്പൽ ഏതാണ്? നെഗറ്റീവ് ആണല്ലേ? അപ്പൊ ഇവിടെ ഒരു മൈനസ് കൊടുക്കണം. യൂണിറ്റ് എഴുതിയേ ന്യൂട്ടൺ. ഇപ്പൊ പരിണിത ബലം എന്ത് കിട്ടി? -50 ന്യൂട്ടൺ. ഈ തരം ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പലരും ഇപ്പൊ 100 ന്യൂട്ടണും 150 ന്യൂട്ടണും ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒന്ന് കൂട്ടി എഴുതി വെക്കും. നിങ്ങൾ നോക്കിയേ, 100ഉം 150ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 0, 5, 2, 250 എന്നാണല്ലേ കിട്ടുന്നത്. അപ്പൊ 250 ന്യൂട്ടൺ ആണോ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ -50 ആണ്. അപ്പൊ 250 തെറ്റാണ്. അത് എപ്പോഴും ഓർത്ത് വെക്കുക. നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ നെഗറ്റീവും പോസിറ്റീവും ഇട്ട് കൊടുക്കുക. കിഴക്ക് ദിശ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ ഇവിടെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് റീഡിങ് പോസിറ്റീവ് ആണ്. പടിഞ്ഞാറ് ദിശ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടുള്ള റീഡിംഗ് അല്ലേ? അപ്പൊ എന്തായിരിക്കും റീഡിങ്? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഒരു സിറ്റുവേഷൻ, ഒരു വസ്തുവിനകത്തുള്ള പരിണിത ബലം കാൽക്കുലേറ്റ് ചെയ്യുവാണ്. ഇപ്പൊ ഈ ഒരു വസ്തുവിൽ ഒരുപാട് ബലം പ്രയോഗിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ബലം പ്രയോഗിക്കുമ്പോൾ ആ ബലങ്ങളുടെ തുകയാണ് പരിണിത ബലം. അപ്പൊ ഞാൻ ഇവിടുത്തെ തുക എടുത്തു നോക്കിയപ്പം എനിക്ക് പരിണിത ബലം 0 കിട്ടി. മൊത്തമുള്ള ബലം എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. എങ്കിൽ ഞാൻ ഈ കൊടുത്ത ബലങ്ങളെ വിളിക്കുന്ന പേരാണ് സന്തുലിത ബലങ്ങൾ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഈ ബലങ്ങളെ എല്ലാം കൂടെ ചേർത്തിട്ട് പരിണിത ബലം നോക്കിയപ്പോൾ 0 കിട്ടി. അപ്പൊ ഈ ബലങ്ങളെ എല്ലാം കൂടെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓരോ ബലങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം സന്തുലിത ബലങ്ങൾ. ഇനി അടുത്ത കേസ് നോക്കിയേ. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലന ദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ കഴിയില്ലെന്നാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പം ബലം നോക്കുമ്പം നമുക്ക് 0 കിട്ടി. അപ്പൊ നമ്മൾ ഈ പരിണിത ബലത്തെ പറഞ്ഞു സന്തുലിത ബലം എന്ന പേര് കൊടുക്കാം. അപ്പൊ ഈ സന്തുലിത ബലത്തിന് ഒരിക്കലും ഒരു വസ്തുവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ റെസ്റ്റിലാണ് ഒരു വസ്തു, ഇങ്ങനെ റെസ്റ്റിലിരിക്കുന്ന വസ്തു. അപ്പൊ ആ വസ്തുവിലേക്ക് നമ്മൾ ഒരു പരിണിത ബലം നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ബാലൻസ്ഡ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു സന്തുലിത ബലമാണെങ്കിൽ വസ്തുവിൽ എത്ര ബലം കൊടുത്താലും എന്ത് ചെയ്യില്ല? വസ്തു ഇവിടെ തന്നെ ഇരിക്കും. വസ്തുവിന് എന്ത് ചെയ്യില്ല? ചലനമില്ല. നോക്കി വെക്കണേ. ബാലൻസ്ഡ് ഫോഴ്സിന് ഒരിക്കലും ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ, സന്തുലിത ബലമാണെങ്കിൽ വസ്തുവിന് എന്ത് കാണില്ല? ചലനം കാണില്ല. വസ്തുവിനെ ചലിപ്പിക്കാൻ അതിന് കഴിയില്ല. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ വേഗതയോ ചലന ദിശയോ മാറ്റാൻ പറ്റില്ല. അതായത് ഇനി അവിടെ ഉള്ള ഫോഴ്സ് ബാലൻസ് ആണ്, സന്തുലിത ബലമാണെങ്കിൽ ആ വസ്തുവിന് ചലനാവസ്ഥയിലുള്ള വസ്തുവിന്റെ ദിശ മാറ്റാൻ പറ്റില്ല. അതായത് ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുത ഈ ഒരു ദിശയിൽ പോവുകയാണെ, ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഒരു സന്തുലിത ബലം പ്രയോഗിക്കുകയാണ്. അതായത് ഞാനൊരു ബലം പ്രയോഗിച്ചു, പക്ഷെ ഞാൻ പ്രയോഗിച്ച ബലം എല്ലാം കൂട്ടി നോക്കിയപ്പം 0 എന്ന് കിട്ടി. അതായത് ഞാൻ കൊടുത്ത ഒരു സന്തുലിത ബലമാണ്. അപ്പൊ ഞാനൊരു സന്തുലിത ബലമാണ് കൊടുക്കുന്നതെങ്കിൽ വസ്തു എന്ത് ചെയ്യില്ല? അതിന്റെ ദിശ മാറ്റില്ല. സന്തുലിത ബലം കൊടുത്താൽ നമ്മൾ ആ ബലം കൊടുത്തിട്ടും ഒരു ഗുണവും ഇല്ല. വസ്തു പോകേണ്ട ദിശയിൽ എന്ത് ചെയ്യും? പോയിക്കൊണ്ടേയിരിക്കും. വസ്തുവിന്റെ ദിശ മാറുന്നുണ്ടോ? ഇല്ല. അതോടൊപ്പം തന്നെ വസ്തുവിന്റെ വേഗതയും മാറ്റാൻ പറ്റില്ല. നമുക്ക് ഈ സന്തുലിത ബലം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വേഗത കൂട്ടാനും പറ്റില്ല, കുറയ്ക്കാനും പറ്റില്ല. ഏത് വേഗതയിലാണോ പോകുന്നത്, ഇപ്പൊ നമുക്ക് വേഗത നോക്കിയപ്പം എനിക്ക് 20 മീറ്റർ/സെക്കൻഡ് കിട്ടിയെന്ന് വിചാരിക്കാം. ഞാനൊരു സന്തുലിത ബലം കൊടുത്തു. ഓക്കെ, അപ്പൊ സന്തുലിത ബലം കൊടുത്തു കഴിഞ്ഞാലും ഇതിന്റെ വേഗത എത്ര തന്നെ ആയിരിക്കും? 20 മീറ്റർ/സെക്കൻഡ് തന്നെ ആയിരിക്കും. വേഗതയ്ക്ക് എന്തില്ല? മാറ്റമില്ല. ഇതിന്റെ വേഗതയ്ക്ക് മാറ്റമൊന്നും തന്നെ കാണില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പഠിച്ചു. അപ്പൊ സന്തുലിത ബലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന പരിണിത ബലം, ആകെയുള്ള ബലമാണ് പരിണിത ബലം. പരിണിത ബലം 0 ആണെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് സന്തുലിത ബലം. സന്തുലിത ബലത്തിന്റെ പ്രത്യേകതകൾ ഓർത്തു നോക്കുക. നിശ്ചല അവസ്ഥയിലിരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കാൻ പറ്റില്ല. ഇനി ചലന അവസ്ഥയിലുള്ള വസ്തുവിന്റെ ദിശ മാറ്റാനും പറ്റില്ല, വേഗത മാറ്റാനും പറ്റില്ല. ഓക്കെ,
അടുത്ത നോക്കിയേ, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം 0 അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസന്തുലിത ബലങ്ങൾ. അസന്തുലിത ബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആകെ ബലം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ആകെ ബലം നമ്മൾ കൂട്ടി നോക്കുന്നു. ഇവിടെ F1, F2, F3, F4 ആകെ ബലം നിങ്ങൾ കൂട്ടി പറഞ്ഞേ. ആകെ ബലം കൂട്ടുമ്പം F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4 എന്ന് കിട്ടും. അപ്പോൾ ഇത് കൂട്ടി നോക്കുമ്പം നമുക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത് 0 അല്ല. 0 നമ്മൾ പറഞ്ഞു അത് സന്തുലിത ബലമാണ്. ഇപ്പം നമ്മൾ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 0 കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ വിളിക്കും അത് അസന്തുലിത ബലമാണ്, അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ അസന്തുലിത ബലമാണ്. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും, അപ്പം നമ്മൾ കൊടുക്കുന്ന ബലം, അപ്പം ഞാൻ ഇവിടെ ഒരു വസ്തു ഇരിക്കുന്നു, ഞാൻ ആ ഒരു വസ്തുവിലേക്ക് ഒരു ബലം കൊടുത്തു, ഞാൻ കൊടുത്ത ബലം, ഞാൻ 2 or 3 ബലം കൊടുക്കുന്നതെന്ന് വിചാരിക്കാം, ഞാൻ ബലം കൊടുത്തു നോക്കി, ആ ബലം മൊത്തം കൂട്ടി നോക്കിയപ്പം എനിക്ക് 0 അല്ലാത്തൊരു വിലയാണ് കിട്ടിയത്. ഞാൻ ഇങ്ങനെ വസ്തുവിലേക്ക് 2 or 3 ബലം കൊടുക്കുവാണ് കേട്ടോ. ഒരേ സമയം എൻ്റെ 2 കൈകൾ കൊണ്ട് ഞാൻ ബലം കൊടുക്കുന്നു. അപ്പോൾ ആദ്യം ഞാനൊരു ബലം കൊടുത്തു, അടുത്ത കൈ കൊണ്ട് മറ്റൊരു ബലവും കൊടുത്തു. അപ്പം ഞാൻ മൊത്തം നോക്കിയപ്പം എനിക്ക് മൊത്തത്തിലുള്ള പരിണിത ബലം നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 0 അല്ല. ഓക്കെ, ഞാനൊരു അസന്തുലിത ബലമാണ് കൊടുത്തത്. ഞാൻ അസന്തുലിത ബലം കൊടുത്തപ്പം ഈ വസ്തു നിശ്ചല അവസ്ഥയിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് ചലിച്ച് മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേർന്നു അല്ലേ, അതിന്റെ സ്ഥാനം മാറിയില്ലേ. സോ നമ്മൾ കൊടുക്കുന്നത് അസന്തുലിത ബലമാണെങ്കിൽ വസ്തുവിന് എന്ത് സംഭവിക്കും? സ്ഥാനമാറ്റം സംഭവിക്കും. നിശ്ചലാവസ്ഥയിലിരുന്ന വസ്തു എന്ത് ചെയ്യാൻ തുടങ്ങും? ചലിക്കാനായിട്ട് തുടങ്ങും. അടുത്ത നോക്കിയേ, ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ ചലനദിശയ്ക്കോ വേഗതയ്ക്കോ മാറ്റം വരുത്താനും കഴിയും. അടുത്തത് ഇപ്പം ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണ്, ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്, ഈ ഡയറക്ഷനിൽ ഒരു വസ്തു ചലിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ഈ വസ്തുവിലേക്ക് ഒരു അസന്തുലിത ബലം കൊടുത്തു കഴിഞ്ഞാൽ വസ്തുവിനെ ഈ ദിശ മാറുക ഈ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരും. ഓക്കെ, അപ്പം അതിൻ്റെ പാതയ്ക്ക് എന്ത് വന്നു? മാറ്റം വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ വേഗത മാറ്റാം. ചിലപ്പം വസ്തു ഇതേണ്ട ഒരു 15 മീറ്റർ/സെക്കൻഡിൽ ചലിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു അസന്തുലിത ബലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റും അതിൻ്റെ വേഗത ഒരു 20 മീറ്റർ/സെക്കൻഡായി മാറുന്നു ഇല്ലേ, അതിൻ്റെ വേഗത മാറി. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ വേഗത കുറയ്ക്കും. ഓക്കെ, ഇപ്പോൾ വേഗത കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആർക്കേ പറ്റൂ? അസന്തുലിത ബലങ്ങൾക്കേ പറ്റൂ. അപ്പം നമ്മൾ ബലം കൊടുത്താൽ നമ്മുടെ പലരുടെയും മനസ്സിലെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ബലം കൊടുത്താൽ വസ്തു ചലിക്കും എന്നാണ് അല്ലേ. അങ്ങനല്ല. ബലം കൊടുക്കുമ്പം ആ മൊത്തത്തിലുള്ള ആ വസ്തുവിലുണ്ടാകുന്ന ആകെയുള്ള ബലം 0 ആണെങ്കിൽ അതൊരു സന്തുലിത ബലമായിരിക്കും. സന്തുലിത ബലമാണ് ഒരു വസ്തുവിൽ ഏർപ്പെടുന്നതെങ്കിൽ വസ്തു എന്ത് ചെയ്യില്ല? ചലിക്കില്ല. വസ്തു അതേ സ്റ്റേറ്റ് തന്നെ തുടരും. ഇപ്പോൾ അത് നിശ്ചലാവസ്ഥയിലാണെ നിശ്ചലാവസ്ഥയിലിരിക്കും. ഒരു വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വേഗത്തിൽ തന്നെ ചലിക്കും. എന്നാൽ ആകെ ബലം 0 അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അസന്തുലിത ബലം. അപ്പോൾ ഓർത്തു വെക്കുക, അസന്തുലിത ബലത്തിന് മാത്രമേ ഒരു വസ്തുവിൻ്റെ വേഗത കൂട്ടാനും ദിശ മാറ്റാനും നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനാവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഇത്രയൊക്കെ അല്ലേ? ഓക്കെ, അടുത്തത് നോക്കാം. കുറേ സിറ്റുവേഷൻ കൊടുത്തിട്ട് ഈ എല്ലാ സിറ്റുവേഷനിലും ഉള്ള പരിണിത ബലം കണ്ടുപിടിക്കാനാണ് കേട്ടോ ക്വസ്റ്റ്യൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് SCERT ബൂസ്റ്റർ. നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് SCERT ചെയ്യാനായിട്ടാണ്. സോ നമുക്ക് SCERTയിലെ ഈ ഒരു പോർഷൻ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ 6 സിറ്റുവേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ നിങ്ങൾ നോക്കിയേ, ഒരു ടേബിളിൽ 2 കുട്ടികൾ ചേർന്ന് ഒരു ബലം കൊടുക്കുന്നു. ടേബിളിൽ ഉണ്ടാകുന്ന ബലം ഇവിടെ കൊടുത്തിട്ടുണ്ട് 150 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കി ഈ ഡയറക്ഷനിലല്ലേ 150 ന്യൂട്ടൺ ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരൊറ്റ ബലമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒറ്റ ബലം തന്നാലും 2 ബലം തന്നാലും ഒക്കെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പരിണിത ബലം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് കേസിന്റെ പരിണിത ബലം ഒന്ന് കണ്ടുപിടിക്കാം. പരിണിത ബലം എന്ന് പറയുന്നത് ബലങ്ങൾ മൊത്തത്തിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടി നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ നോക്കിയേ, ഇവിടെ ഒറ്റ ബലമേ ഉള്ളൂ, അത് ഈ 150 ആണ്. പക്ഷെ നിങ്ങൾ ഈ 150 എഴുതിയാൽ മാത്രം പോരാ. നമ്മളിപ്പോൾ പറഞ്ഞു ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിയേ, 150 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്? റൈറ്റിലോട്ട് അല്ലേ. അപ്പം നമ്മൾ നേരത്തെ കണ്ടു വലതുവശത്തോട്ടുള്ള എല്ലാ റീഡിങ്സും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വരും? +150 ന്യൂട്ടൺ. +150 ന്യൂട്ടൺ ആണ് ആദ്യത്തെ കേസിലുണ്ടാകുന്ന പരിണിത ബലം. അപ്പോൾ പരിണിത ബലം എന്ന് പറയുന്നത് +150. ഓക്കെ, ഇനിയിപ്പോൾ രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് നോക്കിയേ. രണ്ടാമത്തെ കേസിൽ 2 കുട്ടികൾ ഇങ്ങോട്ട് 150 ന്യൂട്ടണും ഇടത്തോട്ട് വേറെ 2 കുട്ടികൾ 150 ന്യൂട്ടണും കൊടുക്കുന്നു.
അല്ലെ? തുല്യ ശക്തിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വലത്തോട്ടും 180, ഇടത്തോട്ടും 180. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ നോക്കിയേ, ആദ്യത്തെ കേസ് ഇത് നോക്കിയേ, ഇത് നമ്മൾ എഴുതി 180. അതിന്റെ ഡയറക്ഷൻ പറഞ്ഞേ ഇങ്ങോട്ടാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ആക്സിസ് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ടുള്ള റീഡിങ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ അതിന്റെ മുന്നിൽ നമ്മളൊരു പ്ലസ് കൊടുക്കണം, പ്ലസ് 150. ഇനി അടുത്തത് നോക്കി, അടുത്തത് ഇതാണ് അല്ലേ? ഇങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ആക്സിസിന്റെ സെന്ററിൽ നിന്നും ഇടത്തോട്ടുള്ള വാല്യൂ ആണ്. അപ്പൊ ഇടത്തോട്ടുള്ള റീഡിങ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ രണ്ടാമത്തത് -180 എന്ന് വരും. ഓക്കെ, അപ്പം ഒരേ സംഖ്യ തന്നെ പ്ലസ് ഇട്ടും +1 -1, ഒരേ സംഖ്യ പ്ലസും മൈനസും ഇട്ട് വന്നാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ +1 -1 രണ്ടും ഒരേ സംഖ്യയാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്നിന്റെ സിമ്പല് പ്ലസും ഒന്നിന്റെ സിമ്പല് മൈനസും. അപ്പൊ അത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇവിടെ അങ്ങനെ തന്നെയാണ്. 150, ആദ്യത്തെ കേസിൽ 150 വലത്തോട്ടാണ്, അത് +150. രണ്ടാമത്തെ കേസിൽ 150 ഇടത്തോട്ടാണ്, അത് -150. അപ്പൊ ഇവര് രണ്ടുപേരും +150 -150 കൂടെ വന്ന എന്താണ്? 0 ആയിരിക്കും. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ അടുത്ത കേസ് നോക്കിയേ. അടുത്ത കേസിൽ നമുക്ക് കാണാൻ പറ്റും വലത്തോട്ട് 150, ഇടത്തോട്ട് 120 അല്ലെ? വലത്തോട്ട് 150 ഉണ്ട്, ഇടത്തോട്ട് 120 ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. നമുക്ക് നേരത്തെ കണ്ടു വലത്തോട്ടുള്ള റീഡിങ്, നമ്മൾ പറഞ്ഞതാണ് വലത്തോട്ടുള്ള റീഡിങ്ങുകൾ പോസിറ്റീവ് ആയിരിക്കണം, +150. ഇത് നോക്കിയേ, ഇത് ഇടത്തോട്ടല്ലേ? ഇത് ഇടത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇടത്തോട്ടുള്ള റീഡിങ്ങിൽ എന്ത് വരണം? മൈനസ് വരണം, -120. അപ്പൊ രണ്ട് സംഖ്യകൾ, ഒന്ന് +150, ഒന്ന് -120, ഒന്ന് പ്ലസ് ഒന്ന് മൈനസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുക. വലിയ സംഖ്യ എന്ന് പറയുന്നത് 180 ആണ്, ചെറിയ സംഖ്യ 120 ആണ്. കുറയ്ക്കുമ്പോൾ 0 നിന്ന് 0 കുറയ്ക്കുമ്പോൾ 0, 5 നിന്ന് 2 കുറയ്ക്കുമ്പോൾ 3. അപ്പൊ എത്ര കിട്ടി? 30 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വലുതിന്റെ സിമ്പിൾ കൊടുക്കണം. വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 180 അല്ലേ? അതിന്റെ മുന്നിൽ കിടക്കുന്ന സിമ്പിൾ എത്രയാണ്? പ്ലസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് +30 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് +30 ന്യൂട്ടൺ ആണ്. ഇത് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നാലാമത്തെ നോക്കാം. നാലാമത്തെ കേസിൽ ഒരാൾ അർബാനയിൽ ലോഡ് വലിക്കുന്ന ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഡയറക്ഷനിൽ 300 ന്യൂട്ടൺ അയാൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ആകെ ബലം നോക്കുമ്പോൾ ഇവിടെ ഒറ്റ ബലമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരൊറ്റ ബലം നമുക്ക് കൂട്ടി നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ റീഡിങ് എങ്ങോട്ടാണ്? നമ്മുടെ സെന്ററിൽ നിന്നും ഇടത്തോട്ടാണ് അല്ലേ? സെന്ററിൽ നിന്നും ഇടത്തോട്ടാണെങ്കിൽ മൈനസ് വരും. -300 ആണ് ആകെയുള്ള ബലം. ആകെയുള്ള ബലം എത്രയാണ്? -300 ന്യൂട്ടൺ. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കാം. ഇവിടെ രണ്ട് കുട്ടികൾ ഒരു ടേബിള് വലിക്കുന്ന പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ലെഫ്റ്റിലോട്ടാണല്ലേ? നമ്മുടെ സെന്ററിൽ നിന്നും ഇടത്തോട്ടാണ് റീഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു ഇടത്തോട്ടുള്ള എല്ലാ റീഡിങ്ങും, സെന്ററിൽ നിന്നും ലെഫ്റ്റിലോട്ടുള്ള എല്ലാ റീഡിങ്ങിനും മൈനസ് കൊടുക്കണം. അപ്പൊ ഇവിടെ ആകെ ഉള്ളത് -200 ന്യൂട്ടൺ. ഓക്കെ, നമ്മളിത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഒരു പിക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. നിങ്ങളെ സിമ്പിൾ ഉറപ്പായിട്ടും ഇടണം. കൺഫ്യൂഷന് വേണ്ടി അവർ -200 +200 200 എന്നൊക്കെ തരും. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതെന്ന് പറയുന്നത് ഇടത്തോട്ടാണ്. നമ്മൾ സെന്റർ വെച്ചിട്ട് ഇടത്തോട്ടുള്ള റീഡിംഗ് ആണ്. അതെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അത് -200 വരും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാം. ലാസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട അതേ സിറ്റുവേഷൻ ആണ്. ഇങ്ങോട്ടും 200 ന്യൂട്ടൺ, ഇങ്ങോട്ടും 200 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ ആദ്യത്തത് നോക്കിയേ, ആദ്യത്തത് ഇങ്ങോട്ടല്ലേ? ആദ്യത്തത് ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ മൈനസ്. നമ്മൾ നേരത്തെ കണ്ടു സെന്ററിൽ നിന്നും ഇടത്തോട്ടുള്ള എല്ലാം എന്താണ്? മൈനസ് ആണ്. രണ്ടാമത്തത് നോക്കിയേ, ഇങ്ങോട്ട് അല്ലേ? വലത്തോട്ടുള്ള റീഡിങ്ങുകളെല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അത് നോക്കിയേ, -200 +200. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേ സംഖ്യയാണ്. ഇവിടെ 200 ആണ് രണ്ടിടത്തും വന്നിരിക്കുന്നത്. ഒന്നിന്റെ സിമ്പിൾ പ്ലസും ഒന്നിന്റെ സിമ്പിൾ മൈനസും ആണ്. അങ്ങനെ വന്നാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? 0. +200 -200 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 0 ആയിരിക്കും.
ഓക്കെ, അപ്പൊ നമ്മളിവിടെ കുറേ കേസസ് കണ്ടു. നമുക്കിനി ഇതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്താലോ? സന്തുലിത ബലം എന്നും അസന്തുലിത ബലം എന്നും നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സിറ്റുവേഷനിൽ കണ്ടു നമുക്ക് കിട്ടിയത് 150 ന്യൂട്ടൺ ആണ്. അപ്പോൾ മൊത്തത്തിലുള്ള പരിണിത ബലം നോക്കിയപ്പോൾ 150 കിട്ടി. എങ്കിൽ ഈ ബലത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അസന്തുലിത ബലം എന്ന് വിളിക്കാം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു പരിണിത ബലം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടെ ഉണ്ടാകുന്ന പരിണിത ബലം മൊത്തത്തിൽ എത്രയുണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പരിണിത ബലത്തിന്റെ വാല്യൂ 0 അല്ല എങ്കിൽ നമുക്ക് 0 ഒഴിച്ച് ഏത് കിട്ടിയാലും നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? അസന്തുലിത ബലം. അതുകൊണ്ട് ഇവിടെ ഒരു അസന്തുലിത ബലമാണ്. അതുകൊണ്ട് എന്ത് പറ്റും? ഈ ടേബിളിൽ നമ്മൾ ഒരു ബലം കൊടുത്തു കഴിഞ്ഞാൽ ടേബിൾ എന്ത് ചെയ്യും? ചലിക്കും അല്ലെ? നിശ്ചല അവസ്ഥയിൽ ഇരുന്ന ടേബിളായിരുന്നു. ബലം പ്രയോഗിക്കുന്ന ബലം അസന്തുലിത ബലമാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, അസന്തുലിത ബലത്തിന്റെ ഫീച്ചറായിട്ട് കണ്ടതാണ്. ഒരു വസ്തുവിനെ എന്ത് ചെയ്യുന്നത്? ചലിപ്പിക്കും, വസ്തുവിനെ ചലിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നിശ്ചലാവസ്ഥയിൽ ഇരുന്ന ടേബിൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ചലിക്കാൻ തുടങ്ങും. അതിന് കാരണം എന്താണ്? അസന്തുലിത ബലമാണ്. അടുത്ത കേസ് നോക്കിയേ. ഇവിടുത്തെ കേസിൽ നമ്മൾ ഈ ഒരു ടേബിളെ രണ്ട് സൈഡിൽ നിന്നും രണ്ട് ജോഡി കുട്ടികൾ പുള്ളി ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ആകെ ബലം നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 നമുക്ക് ആകെ ബലം കിട്ടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു 0 കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കണം? സന്തുലിത ബലമാണ്. എന്താണ്? സന്തുലിത ബലമാണ്. ആകെയുള്ള ബലം 0 വന്നാൽ നമ്മൾ കൊടുക്കുന്ന ബലം സന്തുലിത ബലമാണ്. സന്തുലിത ബലം ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും എത്ര ശ്രമിച്ചാലും എന്ത് ചെയ്യില്ല? ഈ ടേബിള് ചലിക്കില്ല. ഈ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ടേബിൾ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും. എന്ത് ചെയ്യില്ല? രണ്ട് സൈഡിലോട്ടും ഒന്ന് മൂവ് ചെയ്യുവോ? ഇല്ല. ആ ടേബിള് നിശ്ചലാവസ്ഥയിൽ തന്നെ ഇരിക്കും. കാരണം സന്തുലിത ബലത്തിന് വസ്തുവിനെ ചലിപ്പിക്കാൻ പറ്റില്ല. ഇത് തന്നെ പണ്ടത്തെ XCRT ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഒരു വടംവലിയുടെ കേസായിരുന്നു. കാരണം ഒരു വടംവലിയിൽ ഇവിടെ നമുക്കറിയാം ഒരു റിബൺ കിട്ടിയിരിക്കും അല്ലെ? അപ്പോൾ ഒരു വടംവലിയിൽ ഒരു വശത്ത് 100 ന്യൂട്ടൺ ബലവും അടുത്ത വശത്ത് 100 ന്യൂട്ടൺ ബലവും പ്രയോഗിക്കുന്നു. അപ്പോൾ ഈ റിബൺ അതിന്റെ സ്ഥാനത്ത് നിന്നും അനങ്ങുമോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു സ്ഥലത്ത്, ഈ ഒരു സ്ഥലത്ത് 100 ന്യൂട്ടൺ ഉണ്ട്, ഇങ്ങോട്ടേക്ക് 100 ന്യൂട്ടൺ. അപ്പൊ ഈ സൈഡിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു റിബൺ നമ്മൾ ഇവിടെ സെന്ററായിട്ട് എടുക്കണം. സെന്ററിൽ നിന്നും വലത്തോട്ട് വരുന്ന റീഡിങ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇത് +100 ന്യൂട്ടൺ. ഇനി നോക്കിയേ, ഇപ്പുറത്തെ സൈഡിലും 100 ന്യൂട്ടൺ ആണ് കൊടുക്കുന്നത്. സെന്ററിൽ നിന്നും ഇടത്തോട്ട് വരുന്ന റീഡിങ് എല്ലാം മൈനസ് ആണ്. സോ -100. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ ഒന്ന് ആഡ് ചെയ്തേ. +100 -100 കൂടെ ആഡ് ചെയ്യുമ്പം നമ്മൾ നേരത്തെ കണ്ടതാണ് സെയിം ആയിട്ടുള്ള നമ്പർ രണ്ടിടത്തും 100 തന്നെയാണ്. ഒരിടത്ത് സിമ്പിൾ പ്ലസും ഒരിടത്ത് സിമ്പിൾ മൈനസും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? വാല്യൂ 0 എന്ന് വരും അല്ലേ? അപ്പൊ ഇവിടെ 0 ആണ്. അപ്പം 0 ആണെങ്കിൽ അത് എന്ത് ബലമാണ്? സന്തുലിത ബലമാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടതാണ് സന്തുലിത ബലത്തിന് വസ്തുവിനെ ചലിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ റിബൺ എന്ത് ചെയ്യില്ല? ചലിക്കില്ല. റിബൺ എങ്ങനെയാണോ നിൽക്കുന്നത് അതേ സ്ഥാനത്ത് തന്നെ നിൽക്കും. തുല്യ ശക്തിയുള്ള രണ്ടുപേരും വടംവലിക്ക് നിന്നാൽ വടം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുമോ? ഇല്ലല്ലോ, വടം അതേ സ്ഥലത്ത് തന്നെ നിൽക്കും. ഇനി ആരാണോ ബലം കൂടുതൽ പ്രയോഗിക്കുന്നത്, ഇനി ഇങ്ങോട്ടാണ് ബലം കൂടുതലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും റിബൺ ആ സൈഡിലോട്ട് മൂവ് ചെയ്യും. ഈ സൈഡിലാണ് ബലം കൂടുതലെങ്കിൽ റിബൺ ഈ സൈഡിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ കേസിലും സന്തുലിത ബലമാണ്. അപ്പൊ എന്ത് ചെയ്യില്ല? നമ്മുടെ ടേബിള് ചലിക്കില്ല. മൂന്നാമത്തെ കേസ് നോക്കിയേ. മൂന്നാമത്തെ കേസിൽ 30 ന്യൂട്ടൺ ആണ് പരിണിത ബലം അല്ലെ? അതായത് ഇവിടെ വസ്തു ചലിക്കും, വസ്തു ഇവിടെ ചലിക്കുകയും ചെയ്യും. ആ ചലിക്കുന്നത് ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടിയത് പോസിറ്റീവ് അല്ലേ? അപ്പൊ പോസിറ്റീവ് വാല്യൂ കിട്ടുന്നത് ഈ ഡയറക്ഷനിലല്ലേ? അപ്പം വസ്തുവിന്റെ ചലനവും അങ്ങോട്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെയും പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. അപ്പൊ പോസിറ്റീവ് വാല്യൂ എവിടാണോ ഇവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടിയത് ഈ ഡയറക്ഷനിലല്ലേ? അപ്പൊ വസ്തു എന്ത് ചെയ്യും? ആ ദിശയിലോട്ടായിരിക്കും ചലിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ദാണ്ട് 150 അല്ലേ? അപ്പം വസ്തു ദാണ്ട് 150 ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യുന്നതായിട്ട് കാണാം? ചലിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, അടുത്ത കേസ് നോക്കിയേ. ഒരു മനുഷ്യന്റെ കേസാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആകെയുള്ള ബലം -300 ആണ്. അപ്പോൾ ഇവിടെ -300 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ബലം കൊടുക്കുമ്പോൾ വസ്തു ചലിക്കും. കാരണം ഇതൊരു അസന്തുലിത ബലമാണ്. വസ്തു ചലിക്കുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. കാരണം നമുക്ക് കിട്ടിയത് മൈനസ് വാല്യൂ ആണ്. അതുകൊണ്ട് വസ്തു ഈ ഡയറക്ഷനിലായിരിക്കും ചലിക്കുന്നത്. ഇനി അടുത്ത കേസിൽ 200 ന്യൂട്ടൺ ബലമാണ്. ഇവിടെയും മൈനസ് ആണ്. സോ വസ്തു എന്ത് ചെയ്യും? ചലിക്കും. കാരണം അസന്തുലിത ബലമാണ്, 0 അല്ല നമുക്ക് കിട്ടിയത്. വസ്തു ചലിക്കുന്നത് ഈ ദിശയിലായിരിക്കും. ഓക്കെ,
ഇനി ലാസ്റ്റ് കേസ് നോക്കി, ലാസ്റ്റ് കേസിലും 200ഉം 200ഉമാണ് ആക്ട് ചെയ്യുന്ന ബലങ്ങൾ. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. നമ്മൾ കണ്ടു 0 കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണ്? സന്തുലിത ബലമാണ്. വസ്തു എന്ത് ചെയ്യില്ല? ചലിക്കില്ല. വസ്തു എവിടെയാണോ നിൽക്കുന്നത്, ആ ടേബിൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും. ടേബിൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ത് ചെയ്യില്ല? അനങ്ങില്ല. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് നമുക്ക് ഒരു ആക്ടിവിറ്റി ആണേ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു കാറുണ്ട്. ഈ കാറിന്റെ രണ്ടറ്റത്തായിട്ടും നമ്മൾ ഒരു ഭാരം തൂക്കിയിട്ടിരിക്കുന്നു. ഇവിടെ ഒരു പുള്ളിയിലൂടെ, ഇവിടെ ഒരു പുള്ളി കൊടുത്തിട്ടുണ്ട്. പുള്ളിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഭാരം രണ്ടറ്റത്തും കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ഈ ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. ഏകദേശം 1.2 മീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു പലകയുടെ 2 അഗ്രങ്ങളിലും ഓരോ കപ്പി ഉറപ്പിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് 1.2 മീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു പലക എടുത്തു. ഈ പലകയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഈ പലകയുടെ 2 അഗ്രങ്ങളിലും ഓരോ കപ്പി ഉറപ്പിക്കുക. നമ്മൾ നേരത്തെ കണ്ടില്ലേ കപ്പി? നമ്മുടെ കിണറിൽ നിങ്ങൾ വെള്ളം കോരത്തില്ലേ? അപ്പൊ ആ കപ്പി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇങ്ങനെ പുള്ളി എന്ന് പറയും നമ്മൾ. ഇതിലേക്കാണ് നമ്മൾ തോട്ടി അറ്റാച്ച് ചെയ്യുന്നത്. അടുത്ത എൻഡിൽ കയറും ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഒരു സർക്കിൾ പോർഷൻ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള. അപ്പൊ ഇതിനെയാണ് നമ്മൾ പുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, കപ്പി എന്ന് പറയും. അപ്പൊ ഈ പലക മേശപ്പുറത്ത് വെക്കുക. പലകയുടെ മധ്യഭാഗത്തായി ഒരു ടോയ് കാർ വെക്കുക. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഈ പലകയുടെ എക്സാക്ട് സെന്ററിലാണ് നമ്മുടെ കാർ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കാർ എക്സാക്ട് പലകയുടെ സെന്ററിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി അതിന്റെ 2 അഗ്രങ്ങളിലുമായി ബന്ധിപ്പിച്ച ചരടുകളിൽ ഒരേ മാസുള്ള പാനുകൾ തൂക്കിയിടുക. അതായത് നമ്മൾ ഇവിടെ കണ്ടു, ഇവിടെ ഒരു ആക്ച്വലി ഒരു പാനാണ് കേട്ടോ. നമ്മൾ വെയിറ്റ് ഒക്കെ മെഷർ ചെയ്യുന്ന പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കോമൺ ബാലൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കടയിലൊക്കെ ഉപയോഗിക്കുന്ന ത്രാസ് എന്ന് പറയും. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു പാൻ ഉണ്ട്, ഇങ്ങനെ ഈ ഒരു ഷേപ്പിലുള്ള ഒരു പാൻ. അപ്പൊ ഇത് ഒരു പാനാണ്. ആ പാനിലോട്ട് നമുക്ക് എത്ര വെയിറ്റ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിന്റെ പാനിന്റെ മാസ് ഇപ്പൊ 200 ആണെങ്കിൽ ഇതിന്റെയും പാനിന്റെ മാസ് 200 ആയിരിക്കും. അതായത് തുല്യ മാസമുള്ള 2 പാനുകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പൊ 200 എന്നുള്ള വാല്യൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. തുല്യ മാസാണെന്ന് ഓർത്തു വെക്കുക. തുല്യ മാസമുള്ള 2 പാനാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി അതിലെ 2 പാനുകളിലും 200 ഗ്രാം തൂക്കിക്കെട്ടി വീതം വെക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു പാനില് നമ്മൾ കണ്ടു 2 പാന്റെയും വെയിറ്റ് തുല്യമാണ്. അതിലേക്ക് ഞാൻ 200 ഗ്രാം ഉള്ള കട്ടിയാണ് വെച്ചിരിക്കുന്നത്. 200 ഗ്രാമിന്റെ 100 ഗ്രാം വീതമുള്ള 2 കട്ടി വെച്ചൊന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ 200 ഗ്രാം ഉള്ള 2 കട്ടികൾ 2 പാനിലും നമ്മൾ വെക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, ടോയ് കാറ് ചലിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ 200 ഗ്രാം ആണ്, ഇവിടെയും 200 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ ആക്ട് ചെയ്യുന്ന പരിണിത ബലം നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അറിയാം പരിണിത ബലം എന്ന് പറയുന്നത് ആകെ ബലങ്ങളുടെ തുല്യമായിരിക്കും അല്ലെ. അപ്പം ഒരു മാസുള്ള വസ്തുവിൽ ഉണ്ടാകുന്ന ബലം എന്ന് പറയുന്നത്, ഇപ്പൊ ഏതൊരു വസ്തു എടുത്തോ, 200 ഗ്രാം ഉള്ള വസ്തു, ഏത് വസ്തു എടുത്തോട്ടെ, ആ വസ്തുവിലേക്ക് ആക്ട് ചെയ്യുന്ന ബലം എന്ന് പറയുന്നത് അതിന്റെ ഭാരമായിരിക്കും, അല്ലെങ്കിൽ വെയിറ്റ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇവിടെ 200 ഗ്രാം ഉള്ള പാനിന് എന്തുണ്ട്? ഒരു വെയിറ്റ് ഉണ്ട്. നമ്മൾ വെയിറ്റ് കണ്ടുപിടിക്കുന്നത് മാസ് ഇൻറ്റു ജി, എം ജി എന്നുള്ള ഇക്വേഷൻ വെച്ചാണ് കേട്ടോ. W = mg. ജിയുടെ വില 9.8 ആണ്. ജിയുടെ വില എപ്പോഴും സ്ഥിരമാണ്, 9.8 ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടെ 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് മാസ് ഉണ്ട്, അതിനെ 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടുത്തെ ബലം കിട്ടും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ആദ്യത്തെ കേസിൽ 200 ഗ്രാം ഇൻറ്റു 9.8 ഇല്ലേ? നമ്മൾ ആ മാസിനെ, ഇവിടുത്തെ ആദ്യത്തെ മാസിനെ 200 ആണ്, അതിനെ 9.8 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ബലം കിട്ടും, വെയിറ്റ് കിട്ടും. വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബലമാണ് കേട്ടോ, ഭാരമാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ഭാരം എന്ന് പറയുന്നത് ഒരു ബലം തന്നെയാണ്. അപ്പൊ ഈ ബലത്തിന്റെ വാല്യൂ 200 × 9.8. ഇത്രയും ശരിയാണോ ഞാൻ എഴുതിയിരിക്കുന്നത്? ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എപ്പോഴും ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ സെന്റർ ആയിട്ട് എടുക്കേണ്ടത് കാറാണ്. കാരണം ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് കാറ് എക്സാക്ട് മധ്യത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ
അപ്പൊ ഈ കാർ നമ്മൾ സെന്റർ ആയിട്ട് എടുത്താൽ കാറിന്റെ ഇടത്തോട്ടുള്ള റീഡിങ് എപ്പോഴും എന്തായിരിക്കണം? വെരി ഗുഡ്, നെഗറ്റീവ് ആണ് റീഡിങ് എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി കാറിന്റെ വലതുവശത്തുള്ള റീഡിങ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. വലതുവശത്തുള്ള റീഡിങ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ദേ ഇവിടെ നോക്കിയേ, 200 × 9.8 ചെയ്തപ്പോൾ എനിക്ക് ഇവിടുത്തെ വെയിറ്റ് കിട്ടി, അല്ലെങ്കിൽ ഇവിടുത്തെ ബലം കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇത് ലെഫ്റ്റിലുള്ള റീഡിംഗ് അല്ലേ, അപ്പൊ എന്ത് കൊടുക്കണം? ഒരു മൈനസ് കൂടെ കൊടുക്കണം. ഓക്കെ, പ്ലസ് ഇനി നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന വെയിറ്റ് ഒന്ന് നോക്കാം. 200 × 9.8 തന്നെ. ഇതിന്റെ വാല്യൂ എന്താണ്? പ്ലസ് ആണ്. പ്ലസ് കൊടുത്തു. അപ്പൊ ഒരേ ആൾക്കാരല്ലേ എഴുതിയിരിക്കുന്നത് 200 × 9.8. ഇവിടെയും 200 × 9.8. ഒരെണ്ണത്തിന്റെ കേസിൽ നെഗറ്റീവ് ഉണ്ട്, അടുത്തതിന്റെ കേസിൽ പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ ഒരാള് മൈനസ് ഒരാള് പ്ലസ്, പക്ഷെ നമുക്ക് ചെയ്ത് കിട്ടുന്ന ആള് സെയിം തന്നെ. രണ്ടിടത്തും 200 × 9.8 തന്നെ. അപ്പൊ മൊത്തം വാല്യൂ എന്ത് കിട്ടും? നമുക്ക് 0 എന്ന് കിട്ടും. അപ്പൊ പരിണിത ബലത്തിന്റെ വാല്യൂ എന്തെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ടോയ് കാർ. അപ്പൊ നോക്കിയേ, നമ്മൾ നേരത്തെ കണ്ടു പരിണിത ബലം 0 ആണെങ്കിൽ വസ്തു എന്ത് ചെയ്യില്ല? ചലിക്കില്ല. അപ്പൊ ഇവിടെ ടോയ് കാർ ചലിക്കുന്നുണ്ടോ? ഇല്ല, ടോയ് കാർ ചലിക്കുന്നില്ല. കാരണം അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞു. ഇവിടെ ആക്ട് ചെയ്യുന്ന ബലം എന്താണ്? സന്തുലിത ബലമാണ്. സന്തുലിത ബലം ഒരു വസ്തുവിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ വസ്തു എന്ത് ചെയ്യില്ല? ചലിക്കില്ല. വസ്തു ഇപ്പൊ കാർ നമ്മളിപ്പോ കണ്ടു, റെസ്റ്റിലിരുന്ന കാർ റെസ്റ്റിൽ തന്നെ തുടരും. അത് ചലിക്കണമെങ്കിൽ എന്തായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്? അസന്തുലിത ബലമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ബലങ്ങൾ സന്തുലിതമാണോ അസന്തുലിതമാണോ? ഇവിടെ എന്താണ്? സന്തുലിതമാണ്. കാരണം ആകെയുള്ള ബലം നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 0 ആണ് കിട്ടിയത്. അതുകൊണ്ട് ഈ കാർ എന്ത് ചെയ്യില്ല? ചലിക്കില്ല. ഇത്രയും ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, ഏതെങ്കിലും ഒരു പാനിൽ 50 ഗ്രാം കൂടി വെക്കുക. എന്ത് നിരീക്ഷിക്കുന്നു? ഇപ്പൊ നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്നു 200 ഗ്രാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പൊ തന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ 200 ഗ്രാം, ഇവിടെ 200 ഗ്രാം. ഇനി ഏതെങ്കിലും ഒരു പാനിൽ, ഞാൻ ആദ്യത്തെ പാനിൽ ഒരു 50 ഗ്രാം കൂടെ കൂട്ടി. അപ്പൊ ഇവിടെ എത്ര ആയി? 250, ഇവിടെ 200. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ നമ്മൾ ഇട്ട പിണ്ഡം കൂടുതലല്ലേ? അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നത് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, എവിടെയാണോ മാസ് കൂടുതൽ, എവിടെയാണോ പിണ്ഡം കൂടുതൽ, കാർ അങ്ങോട്ട് ചലിക്കും. ഇവിടെ ഇപ്പം നമ്മൾ വെയിറ്റ് കൂടുതലിട്ട് ഇവിടെ അല്ലേ, അപ്പൊ നമ്മൾ രണ്ട് വസ്തുക്കൾ ഇങ്ങനെ തുല്യമായിട്ടിരിക്കുക. ഞാൻ ഈ സൈഡിൽ നല്ല രീതിയിൽ ഭാരം കൂട്ടിയിടുന്നു. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ആ വസ്തു അങ്ങോട്ടേക്ക് താന്നു പോകത്തില്ലേ, നമ്മുടെ ത്രാസ് അങ്ങോട്ട് താന്നു പോവും. അതായത് കാറ് ഇങ്ങോട്ട് ചലിക്കുന്നതായിട്ട് കാണാം. നമ്മൾ എവിടെയാണോ പിണ്ഡം കൂട്ടിയിടുന്നത് അങ്ങോട്ടായിരിക്കും കാർ ചലിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ അല്ല, അടുത്ത കേസിൽ അപ്പുറത്താണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇതിനകത്തോട് 50 ആഡ് ചെയ്തു. അപ്പൊ എനിക്ക് 250 എന്ന് കിട്ടി. ഇവിടെ നോക്കിയേ, നമ്മള് ഇവിടെ അല്ലേ കൂടുതൽ ബലം വരുന്നത്. അപ്പൊ നമ്മൾ കാണാൻ പറ്റും കൂടുതൽ ബലം ഇവിടാണ്. അപ്പൊ കാർ ഇങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പോ സന്തുലിത അവസ്ഥയിൽ ഒരു വസ്തു ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ, എവിടെയാണോ ബലത്തിന്റെ മെഷർമെന്റ് അല്ലേ ഇവിടെ പിണ്ഡം. നിങ്ങളിതാ നോക്കിയേ, ഈ മാസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം വെയിറ്റ് എന്ന് പറയുന്നത് മാസിനെ g കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം മാസ് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായും എന്ത് കൂടും? വെയിറ്റ് കൂടും. അതിനർത്ഥം എന്താണ്? വെയിറ്റ് ഒരു ബലമാണ്, ബലം കൂടും. ഓക്കെ, സോ നമ്മൾ ബലം കൂടുന്ന ഡയറക്ഷനിലേക്ക് എന്ത് പറ്റും? കാറ് നീങ്ങും. ഇവിടെ എവിടെയാണോ നമ്മൾ പിണ്ഡം കൂടുതൽ ഇടുന്നത്, പിണ്ഡം ഈ പാനിൽ കൂടുതലിട്ടാൽ കാറ് ആ ദിശയിലേക്ക് പോകും. ഇനി ഈ പാനിലാണ് നമ്മൾ പിണ്ഡം കൂടുതൽ ഇടുന്നതെങ്കിൽ കാർ ഈ ദിശയിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു പാനിൽ 50 ഗ്രാം കൂടി വെക്കുക. എന്ത് നിരീക്ഷിക്കുന്നു? ആ ദിശയിലേക്ക് എന്ത് ചെയ്യും? കാറ് പോകും. ആ ദിശയിലേക്കാണ് കാറിന്റെ ചലനം. ഏത് ദിശയിലാണോ നമ്മൾ പിണ്ഡം കൂട്ടി വെക്കുന്നത് ആ ദിശയിലേക്കാണ് കാറിന്റെ ചലനം. ഓക്കെ, അടുത്ത നോക്കിയേ, ഈ അവസരത്തിൽ ബലങ്ങൾ സന്തുലിതമാണോ അതോ അസന്തുലിതമാണോ? ഇനി നമ്മളത് സന്തുലിതമാണോ അസന്തുലിതമാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഒരു വെയിറ്റ് കൂടുതൽ കൊടുത്ത കാര്യമാണ് പറയുന്നത്. നോക്കിയേ, ഇവിടെ 200, ഇവിടെ 250. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇടത്തോട്ട് കൊടുക്കുന്ന റീഡിങ്സിനൊക്കെ നെഗറ്റീവ് കൊടുക്കണം, വലത്തോട്ടുള്ള റീഡിങ്സിന് എന്ത് കൊടുക്കണം? പോസിറ്റീവ് കൊടുക്കണം. അപ്പൊ അതാ നോക്കിയേ, ഞാൻ ഇവിടുത്തെ പരിണിത ബലം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആദ്യത്തെ കേസിന്റെ
ബലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭാരം നമുക്ക് നോക്കുമ്പോൾ -200 ഗുണം 9.8. ഓക്കെ, പ്ലസ് ഇവിടെ നോക്കിയേ 250 ഗുണം 9.8 അല്ലേ? അപ്പൊ ഇവിടെ രണ്ടിടത്തും ഒരു 9.8 ഇല്ലേ? അപ്പൊ അതെനിക്ക് അങ്ങ് കോമൺ എടുത്തുകൂടെ? രണ്ടിടത്തും 9.8 കോമൺ ആണ്. അപ്പൊ ഞാൻ 9.8 കോമൺ എടുക്കുന്നു. ഇവിടെ നിന്ന് 9.8 അങ്ങ് പോയി. അപ്പൊ ബാലൻസ് എന്താ ഉള്ളത്? -200 അല്ലെ? -200. ഇനി ഇവിടെ നിന്നും 9.8 പോയി. അപ്പൊ എന്തേ ഉള്ളൂ? +250. ഇത്രയൊക്കെ അല്ലേ? ഇവിടെ രണ്ടിടത്തു നിന്നും 9.8 അങ്ങ് കോമൺ എടുക്കുന്നു. 9.8 കോമൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ 9.8 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെയുണ്ടോ അത് നമ്മളൊരു ബ്രാക്കറ്റ് കൊടുക്കണം. ഇവിടെ 9.8 പോയി കഴിഞ്ഞാൽ -200 ആണുള്ളത്. അതൊരു ബ്രാക്കറ്റിൽ ആദ്യം എഴുതി. ഇനി 250 +250 ഉണ്ട്. അപ്പൊ +250 എഴുതി. അപ്പൊ ഇവിടെ നോക്കിയേ 9.8 ഗുണം +250 -200 രണ്ട് വ്യത്യസ്ത സിമ്പലുകളാണ് അല്ലേ? അപ്പൊ നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുക 0.5. എന്നിട്ട് എന്ത് ചെയ്യണം? വലുതിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് അല്ലേ? അപ്പം 9.8 50 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കണ്ട. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമുക്ക് 0 എന്നൊരു ഉത്തരം അല്ല കിട്ടിയത്, നമുക്ക് വേറൊരു വാല്യൂ ആണ് അല്ലേ കിട്ടിയത്. നമുക്ക് മറ്റൊരു വാല്യൂ കിട്ടി. 0 അല്ലാതെ എന്ത് വാല്യൂ കിട്ടിയാലും നമ്മൾ പറയും അത് എന്ത് ബലമാണ്? അസന്തുലിത ബലമാണ്. അത് അസന്തുലിത ബലമാണ്. ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 250 കൊടുക്കാം, ഇവിടെ 200 കൊടുക്കാം. ഈ ഒരു കേസിൽ നമുക്ക് കാണാൻ പറ്റും രണ്ടും വ്യത്യസ്ത റീഡിങ്ങുകളല്ലേ. അതാ നോക്കിയേ, ഒന്ന് -250, ഒന്ന് +200. അപ്പൊ ബലം നോക്കിയേ, -250 ഇൻറ്റു 9.8 ആണ് ആദ്യത്തെ വസ്തുവിൽ ഉണ്ടാകുന്ന ബലം. രണ്ടാമത്തെ വസ്തുവിൽ 200 ഗുണം 9.8 ആണ് രണ്ടാമത്തെ വസ്തുവിൽ ഉണ്ടാകുന്ന ബലം. അപ്പൊ നമ്മൾ നേരത്തെ പോലെ രണ്ടിടത്തു നിന്ന് 9.8 അങ്ങ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ഇവിടെ ഉള്ളത്? -250 അല്ലേ ഉള്ളൂ. -250 ഇവിടെ 200 മാത്രം, +200. ഓക്കെ, അപ്പൊ രണ്ട് വ്യത്യസ്ത സംഖ്യയാണ്. ഒന്ന് -250, ഒന്ന് +200. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 250 ആണ്. 250 നിന്ന് 200 കുറയ്ക്കുമ്പോൾ നമുക്കത് 50 കിട്ടി. എന്നിട്ട് വലുതിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. സോ -50നെ 9.8 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു ഉത്തരം കിട്ടും. കാരണം 9.8നെ 50 കൊണ്ട് ഗുണിക്കുമ്പോഴേ നമുക്കൊരു ഉത്തരം കിട്ടും. പക്ഷെ മൈനസ് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷെ 0 ആണോ നമുക്ക് കിട്ടുന്നത്? അല്ല, രണ്ട് കേസിലും 0 അല്ല നമുക്ക് കിട്ടുന്നത്. അതിനർത്ഥം അവിടെ ഉണ്ടാകുന്ന ബലം അസന്തുലിത ബലമാണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ ബലങ്ങൾ സന്തുലിതമാണോ അസന്തുലിതമാണോ? അസന്തുലിതമാണ്. കാരണം രണ്ട് കേസിലും നമ്മൾ രണ്ട് കേസും മാറിയും തിരിഞ്ഞും ചെയ്തു. ആദ്യത്തെ 250, രണ്ടാമത്തെ 200 ചെയ്തു. പിന്നെ ആദ്യത്തെ 200, രണ്ടാമത്തെ 250. രണ്ട് കേസ് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന എന്താണ്? അസന്തുലിത ബലമാണ്. ഇനി നോക്കിയേ, കാർ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കാർ ഓടുന്ന ദിശയിലുള്ള പാനിൽ 50 ഗ്രാം കൂടി ഇട്ടാൽ കാറിന്റെ ചലനത്തിന് എന്തു മാറ്റം നിരീക്ഷിക്കും? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയേ, നമുക്കിവിടെ ക്വസ്റ്റ്യന് പറയുന്നതോട് ശ്രദ്ധിച്ച്, ഇവിടെ കാർ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കാർ ഓടുന്ന ദിശയിലുള്ള പാനിൽ 50 ഗ്രാം കൂടി ഇട്ടാൽ കാറിന്റെ ചലനത്തിന് എന്തു മാറ്റം സംഭവിക്കും? അപ്പൊ ദാ ഇവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു 200 ആണ് ആഡ് ചെയ്തിരുന്നത്. തുടക്കത്തിൽ രണ്ടിടത്തും 200 ആണ് നമ്മൾ ആഡ് ചെയ്തിരുന്നത്. ഇത് കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ ആദ്യം 200 ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരെണ്ണത്തിൽ നമ്മൾ 50 ഗ്രാം കൂട്ടിയിട്ടു. ഞാൻ ആദ്യത്തിലും 50 ഗ്രാം കൂട്ടി. അപ്പൊ ഇപ്പം ആദ്യം 250 ഗ്രാമും രണ്ടാമത്തത് 200 ഗ്രാമും ആണ്. ഓക്കെ, ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം എവിടെയാണോ പിണ്ഡം കൂടുതൽ, ഇപ്പൊ ഇവിടെ 150 ഗ്രാം, ഇവിടെയല്ലേ പിണ്ഡം കൂടുതൽ, അപ്പൊ ഈ ദിശയിലായിരിക്കും കാറ് സഞ്ചരിക്കുന്നത്. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, നമ്മളോട് പറയുന്നു കാറ് ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കാർ ഓടുന്ന ദിശയിലുള്ള പാനിൽ, കാർ ഓടിക്കൊണ്ടിരിക്കുന്ന ദിശയിലുള്ള പാനിൽ 50 ഗ്രാം കൂടി ഇട്ടാൽ കാറിന്റെ ചലനത്തിന് എന്ത് മാറ്റം സംഭവിക്കും? അപ്പൊ അതാ നോക്കിയേ, കാർ ഓടുന്നു. അപ്പൊ നമുക്കറിയാം ഇവിടെ 250 ഗ്രാം ആഡ് ചെയ്തപ്പം ഈ ദിശയിലാണ് അല്ലെ കാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാർ അതാ ഇങ്ങോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പാനിൽ തന്നെ ഞാൻ വീണ്ടും ഒരു 50 ഗ്രാം കൂടെ ആഡ് ചെയ്യുന്നു.
ഈ ദിശയിൽ തന്നെ കാർ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദിശയിലുള്ള പാൻ എന്ന് പറഞ്ഞാൽ ഈ പാൻ അല്ലേ, കാർ ഈ ദിശയിലാണ് ചലിക്കുന്നത്. ഈ ദിശയിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ദിശയിലെ പാനിൽ തന്നെ ഒരു 50 ഗ്രാമും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം 250നോട് 50 കൂട്ടുമ്പം ഇപ്പം എന്തായി പാൻ്റെ മാസ് 300 ഗ്രാം ആയി അല്ലേ. പാനിൽ ഇപ്പം 300 ഗ്രാമിൻ്റെ കട്ടിയാണ്, മൊത്തം 300 ഗ്രാം പിണ്ടമാണ് ഇപ്പോൾ നമ്മുടെ പാനിലുള്ളത്. അപ്പം എന്ത് പറ്റുമായിരിക്കും നിങ്ങൾ നോക്കിയേ. നമുക്കറിയാം പിണ്ടം കൂട്ടും തോറും ഇതിനകത്ത് നമ്മൾ എത്ര പിണ്ടം ഇങ്ങനെ ചേർത്താലും എത്രമാത്രം വസ്തുക്കൾ ഇങ്ങനെ വെച്ചാലും എന്ത് പറ്റും, കാർ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കും അല്ലെ. കാർ ആ ദിശയിൽ തന്നെ കൂടുതൽ സഞ്ചരിക്കുന്നതായിട്ട് കാണാം. ഇതിനകത്ത് പിണ്ടം കൂടുന്തോറും ഈ കാർ ഇങ്ങോട്ട് ചലിച്ച് തെളിച്ച് ഇങ്ങനെ വരുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം നമുക്ക് നോക്കിയേ, കാർ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കാർ ഓടുന്ന ദിശയിലുള്ള പാനിൽ 50 ഗ്രാം കൂടി ഇട്ടാൽ കാറിന്റെ ചലനം എന്ത് ചെയ്യും, കൂടും അല്ലേ. കാറിന്റെ ചലനം കൂടും, അതേ ദിശയിൽ തന്നെ കൂടും കേട്ടോ. അതേ ദിശയിൽ കാർ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതായിട്ട് കാണാം. അതേ ദിശയിൽ കാർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കിയേ, കാർ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കാർ ഓടുന്നതിൻ്റെ വിപരീത ദിശയിലുള്ള പാനിൽ 200 ഗ്രാം കൂടി ഇട്ടാൽ എന്ത് നിരീക്ഷിക്കും? ഇപ്പം നമ്മുടെ കാറ് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കാർ ഓടുന്നതിൻ്റെ വിപരീത ദിശയിലുള്ള പാനിൽ, കാർ ഓടുന്നതിൻ്റെ വിപരീത ദിശയിലുള്ള പാൻ, ഓക്കെ, അതായത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും ആകെ ഇവിടെ 300 ഗ്രാം ആണ്. ആദ്യം 200 ആയിരുന്നു, പിന്നീട് അത് 250 ആയി, പിന്നീട് 50 കൂടെ ചേർത്ത് ഇപ്പം എന്താ 300 ഗ്രാം ആണ്. അപ്പൊ ഇവിടെ എന്തായാലും നമുക്ക് കാണാൻ പറ്റും 300 ഗ്രാം, ഇവിടെ 200 ഗ്രാം. അപ്പൊ കൂടുതൽ ഇവിടെ അല്ലേ, അപ്പൊ കാർ ഈ ദിശയിലോട്ട് തന്നെ സഞ്ചരിക്കുക. അപ്പൊ നമ്മളോട് പറയണം, ഇങ്ങനെ കാർ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ അടുത്ത പാനിൽ കൊണ്ടുവന്ന് ഒരു 200 ഗ്രാമും കൂടെ ആഡ് ചെയ്തു. ഇപ്പൊ 200 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 0, 2 2 4, 400 ഗ്രാം ആയി. ഇപ്പൊ എന്താ നോക്കിയേ, ഇവിടെ 300, ഇവിടെ 400, ഇവിടെയല്ലേ പിണ്ടം കൂടുതൽ. അപ്പൊ എന്ത് പറ്റും, ഇങ്ങോട്ട് ചലിച്ചിരുന്ന കാറ് പെട്ടെന്ന് നിന്നിട്ട് കാർ ദാ ഇങ്ങോട്ടായിരിക്കും ചലിക്കുന്നത്. കാറ് ഇങ്ങോട്ട് ചലിക്കുന്നതായിട്ട് കാണാം. മനസ്സിലായോ ഈ ഒരു എക്സ്പെരിമെന്റ്? ആദ്യം 200 ആയിരുന്നു, ആദ്യത്തെ കേസിൽ രണ്ടിടത്തും 200 ആയിരിക്കും. അപ്പൊ ആകെയുള്ള രണ്ടിടത്തുള്ള പിണ്ടം തുല്യമായതുകൊണ്ട് രണ്ടിടത്തും ഉണ്ടാകുന്ന ബലവും തുല്യമായിരുന്നു. അതുകൊണ്ട് ഇതൊരു സന്തുലിത ബലമായിരുന്നു. കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല, കാർ ഇവിടെ തന്നെ ഇരിക്കും. ഓക്കെ, രണ്ടാമത്തെ കേസിൽ 50 ഗ്രാം നമ്മൾ ഈ ഒരു പാനിൽ കൂടുതൽ ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ പിണ്ടം കൂടി, അതായത് ഇവിടെ ബലം കൂടി. അപ്പൊ കാർ ഈ ദിശയിലോട്ട് മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്തിരുന്ന കാറിൽ വീണ്ടും ഒരു 50 ഗ്രാം ഈ പാന് നമ്മൾ ആഡ് ചെയ്യുവാണ്. അപ്പൊ ഇവിടുത്തെ പിണ്ടം എന്താ കൂടിക്കൊണ്ടേയിരിക്കുന്നത്, പിണ്ടം വീണ്ടും 300 ആയി. അപ്പൊ വീണ്ടും ഈ കാറ് ഇങ്ങോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത പാനിൽ, ഇതിന്റെ വിപരീത പാനിൽ ഒരു 200 ഗ്രാമും കൂടെ ആഡ് ചെയ്തു. അപ്പൊ ഇപ്പൊ അടുത്ത പാനിൽ 400 ഗ്രാമും നമ്മുടെ ആദ്യത്തെ പാനിൽ 300 ഗ്രാമും ആയി. അപ്പൊ ഇവിടെ നോക്കിയാൽ 300 ആണോ 400 ആണോ വലുത്? 400 ആണല്ലേ, 400 ഗ്രാം ആണ് കൂടുതൽ. അതായത് ഇവിടുത്തെ ബലമായിരിക്കും കൂടുതൽ. അതുകൊണ്ട് എന്ത് ചെയ്യും, കാറ് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന കാറ് പെട്ടെന്ന് നിന്നിട്ട് കാറ് ഇങ്ങോട്ട് ചലിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കാർ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കാർ ഓടുന്നതിന്റെ വിപരീത ദിശയിലുള്ള പാനിൽ നമ്മൾ 200 ഗ്രാം കൂടി ഇട്ടാൽ എന്ത് നിരീക്ഷിക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും കാറ് വിപരീത ദിശയിൽ, എവിടെയാണോ നമ്മൾ 200 ഗ്രാം ഇട്ടത് ആ ദിശയിലേക്ക് കാറ് സഞ്ചരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇപ്പോൾ ബലങ്ങൾ സന്തുലിതമാണോ അതോ അസന്തുലിതമാണോ? അപ്പൊ അതാ നോക്കിയേ, ഇപ്പോ സന്തുലിത ബലമാണോ അസന്തുലിത ബലമാണോ? നിങ്ങൾ തന്നെ പറഞ്ഞേ. ഇവിടുത്തെ വാല്യൂ ഇതാണ്, ഇടത്തോട്ടുള്ള വാല്യൂ +400, വലത്തോട്ടുള്ള വാല്യൂ -300. ഓക്കെ, അപ്പൊ ബലം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ നമുക്ക് പിണ്ടം മാത്രമേ കിട്ടിയുള്ളൂ. ആ പിണ്ടത്തെ ജി എന്നുള്ള 9.8 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ബലം കിട്ടുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ 9.8 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്തായാലും 0 വരില്ല അല്ലെ. ഇവിടെ നമ്മൾ 9.8 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ -300 ഉണ്ട്, ഇവിടെ +400 ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് വ്യത്യസ്ത സംഖ്യകളാണ് 400ഉം 300ഉം. അപ്പൊ രണ്ട് വ്യത്യസ്ത സിമ്പലുകളാണ്, ഒന്ന് പ്ലസും ഒന്ന് മൈനസും. അപ്പൊ 400ന്റെയും 300ന്റെയും വ്യത്യാസം എടുക്കുക. 400ൽ നിന്ന് 300 കുറയ്ക്കുമ്പോൾ നമുക്ക് 0 0 100 എന്ന് കിട്ടും.
ഓക്കെ, എന്നിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കണം. വലിയ നമ്പർ 400 ആണ് അല്ലേ, അപ്പൊ അതിന്റെ സൈൻ പ്ലസ് ആണ്. അപ്പൊ +100 ഗുണം 9.8, അതായത് നമുക്ക് പൂജ്യമല്ലാത്ത ഒരു വില കിട്ടി. അപ്പൊ ഇതെന്താണ്? അസന്തുലിത ബലമാണ്. ഇങ്ങനെ ചെയ്തു നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ? ഇവിടെ കാറ് ചലിക്കുന്നുണ്ടല്ലോ, നമ്മൾ കുറച്ച് വസ്തുവിൽ ഇതിനകത്തേക്ക് പിണ്ടം ഇടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കാർ ഇങ്ങോട്ടാണ് ചലിക്കുന്നത്. ചലിച്ചു കഴിഞ്ഞാൽ, ഒരു വസ്തുവിൽ ചലിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ബലമാണ്? അസന്തുലിത ബലമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് ബലമായിരിക്കും? അസന്തുലിത ബലമായിരിക്കും. അപ്പോ പരിണിത ബലം അനുഭവപ്പെട്ട ദിശയിലേക്ക് വസ്തു ചലിക്കുന്നുണ്ടോ? അപ്പൊ നമുക്കിത് കാണുന്നില്ലേ, നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ എല്ലാം കണ്ടത് എങ്ങനെയാണ്? എങ്ങോട്ടാണോ പരിണിത ബലം, മൊത്തത്തിലുള്ള പരിണിത ബലം ഏത് ദിശയിലാണോ അതിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് നമ്മൾ കണ്ടു, വസ്തു ഇങ്ങോട്ടായിരിക്കും അല്ലെ ചലിക്കുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ വസ്തു അങ്ങോട്ടായിരിക്കും, ഈ ഒരു ദിശയിലേക്കായിരിക്കും ചലിക്കുന്നത്. അപ്പോൾ പരിണിത ബലം അനുഭവപ്പെടുന്ന ദിശയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? വസ്തു ചലിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ച ഒരേ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണ്, അസന്തുലിത ബലം എന്താണ്. കാരണം ഇത്രയും കാര്യങ്ങൾ പറയുന്നതെന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത്തെ ചലന നിയമത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഒന്നാം ചലന നിയമങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവിടെ ഇങ്ങനെ ഒരു അസന്തുലിത ബലത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ എന്താണ് അസന്തുലിത ബലം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, അസന്തുലിത ബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന പരിണിത ബലത്തിന്റെ വാല്യൂ 0 അല്ലെങ്കിൽ നമ്മൾ പറയും അത് അസന്തുലിത ബലമാണ്. എപ്പോഴും ഓർക്കുക, ഒരു വസ്തുവിന് ചലനം സംഭവിക്കണമെങ്കിൽ, നിശ്ചലമായ വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ വേഗത മാറ്റണമെങ്കിൽ, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ദിശ മാറ്റണമെങ്കിൽ നമ്മൾ നൽകേണ്ടത് അസന്തുലിത ബലമാണ്. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണോ അസന്തുലിത ബലം നൽകുന്നത് ആ ദിശയിലേക്കായിരിക്കും വസ്തു എന്ത് ചെയ്യുന്നത്? ചലിക്കുന്നത്. അപ്പൊ അസന്തുലിത ബലം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വസ്തുവിന് അതിന്റെ സ്ഥിതി മാറ്റാൻ പറ്റൂ. അതായത് ഇപ്പൊ ചലന അവസ്ഥയിൽ ഇരിക്കുന്ന വസ്തുവിന് നിശ്ചലമാകാൻ, അല്ലെ നിശ്ചലമായിരിക്കുന്ന വസ്തുവിന് ചലിക്കാൻ, ഇതിനൊക്കെ എന്ത് വേണം? അസന്തുലിത ബലം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അസന്തുലിത ബലം എന്താണ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതായിട്ട് ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. ചലനവേഗം വർദ്ധിപ്പിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? പരിണിത ബലത്തിന്റെ അളവ് കൂടുമ്പോൾ, കുറയുമ്പോൾ. അപ്പൊ അതാ നോക്കിയേ, നമ്മളെ പരിണിത ബലം കൂടുമ്പോഴല്ലേ ഇവിടെ ചലനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അതായത് ആകെയുള്ള ബലം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? അവരുടെ വേഗതയും കൂടും. നിങ്ങൾ ഇവിടെ കണ്ടില്ലേ, ആദ്യം നമ്മള് ഈ ഒരു പാനിനകത്ത് 250 ഗ്രാം ഇട്ടപ്പം ഉള്ള വേഗതയാണോ 300 ഗ്രാം ഇട്ടപ്പം നിങ്ങൾ കണ്ടത്? 250 ഗ്രാം ഇട്ടപ്പോൾ ഒരു വേഗത ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് 50 ഗ്രാമും കൂടി ഇട്ടപ്പോൾ നമുക്ക് കാണാൻ പറ്റി വസ്തുവിന്റെ വേഗത വർദ്ധിച്ചു. അതായത് പരിണിത ബലം കൂടുന്തോറും വസ്തുവിന്റെ വേഗത എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത് നോക്കിയേ, കാറിനെ ചലിപ്പിച്ച ബലം കാറിന്റെ പുറത്തു നിന്നാണോ അതോ അകത്തു നിന്നാണോ നമ്മൾ പ്രയോഗിച്ചത്? അതായത് ഈ കാറിന്റെ കേസിൽ നമ്മൾ ബലം പുറത്തുനിന്നാണോ കൊടുത്തത് അകത്തുനിന്നാണോ കൊടുത്തത്? നിങ്ങൾ കണ്ടു, നമ്മൾ പുറത്തുനിന്ന് ഒരു പാൻ വെച്ചിട്ടാണ് അല്ലേ, ഒരു പാന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ കാറിനെ ചലിപ്പിച്ചത്. അപ്പൊ നമ്മൾ പുറത്തുനിന്നൊരു ബലം കൊടുത്താണ്, അല്ലാതെ ഈ കാറിന്റെ അകത്തൊന്നും നടക്കുന്നില്ലല്ലോ. കാറിന്റെ അകത്തൊരു ബലം അല്ല കൊടുക്കുന്നത്, ഈ പുറത്ത്, കാറിന്റെ പുറത്തു നിന്നും ഒരു വസ്തുവിന് ബലം നൽകിയപ്പോഴാണ് എന്ത് ചെയ്തത്? കാറ് ചലിച്ചത്. ചലനദിശ മാറുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഇവിടെ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പം എപ്പോഴായിരുന്നു ചലനത്തിന്റെ ദിശ മാറിയത്? ഈ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാറാണ് അത് ഈ ദിശയിലോട്ട് മാറാൻ കാരണം എന്താ? നമ്മൾ ആ പാനിൽ, ഈ ഒരു പാനിൽ 200 ഗ്രാമും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ആ ദിശയിലേക്ക് കാറിന്റെ സഞ്ചാരം മാറിയത്. ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്തതായിട്ടുള്ള പോർഷൻ നോക്കാം. അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ്. ഒരു വാഹനത്തെ അതിനകത്ത് നിന്ന് തള്ളിയാൽ ആ വാഹനം ചലിക്കുമോ? അതായത് ഇപ്പോൾ ഇവിടെ നമുക്കൊരു കാണാൻ പറ്റും, ഒരു പെട്ടിയോട്ടോ പെട്ടെന്ന് സ്റ്റോപ്പായി പോയി. അപ്പൊ ആ പെട്ടിയോട്ടയിൽ ഇരുന്ന ആള് ആ പെട്ടിയോട്ടയിൽ നിന്ന് തന്നെ ബലം കൊടുക്കുകയാണ്. ഈ കാറ് ചലിക്കുവോ? ഈ പെട്ടിയോട്ട ചലിക്കുവോ? അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു കാറിൽ പോകുന്നു, നിങ്ങളുടെ കാറ് പെട്ടെന്ന് സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ നിങ്ങൾ കാറിന്റെ അകത്ത് നിന്ന് തന്നെ അങ്ങ് കാറിനെ തള്ളുക. നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾ കാറിനെ തള്ളുക. കാറ് മുന്നോട്ട് ചലിക്കുമോ? ഇല്ല. കാർ എപ്പോഴാണ് മുന്നോട്ട് ചലിക്കുന്നത്? ഈ ആള് ഈ വണ്ടിയിൽ നിന്നും ഇറങ്ങി
ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് നിന്ന് ഒരു ബലം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ പെട്ടിയോട്ടോ ചലിക്കും. അല്ലെങ്കിൽ ഇപ്പൊ കാർ സ്റ്റോപ്പായി കഴിഞ്ഞാൽ കാറിലിരിക്കുന്ന യാത്രക്കാരൻ കാറിൽ നിന്ന് ഇറങ്ങി പുറമേ ഒരു ബലം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാറ് ചലിക്കും. അപ്പം ഒരു വാഹനം അതിനകത്ത് നിന്ന് തള്ളിയാൽ എന്ത് ചെയ്യില്ല? വാഹനം ചലിക്കുമോ? ഇല്ല. അതായത് ഇവിടെ നമുക്ക് കാണാം, നമുക്ക് ആദ്യത്തെ കേസ് കാണാൻ പറ്റും. ഇയാള് ഈ പെട്ടിയോട്ടയിൽ നിന്ന് തന്നെ, അകത്ത് നിന്ന് തന്നെയല്ലേ ബലം കൊടുക്കുന്നത്. അപ്പൊ ഒരു വസ്തുവിന്റെ അകത്ത് നിന്ന് നമ്മൾ ബലം കൊടുത്താൽ ആ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേര് ആന്തരിക ബലം എന്നാണ്. ഒരു വസ്തുവിന്റെ അകത്ത് നിന്ന്, ഇപ്പൊ ഒരു വസ്തു ഇരിക്കുന്നു, അപ്പൊ നമുക്കറിയാം വസ്തുവിന്റെ അകത്തു നിന്നൊരു ബലം വസ്തു കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കും ആന്തരിക ബലം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ പെട്ടിയോട്ടയുടെ അകത്ത് നിന്ന്, ഈ പെട്ടിയോട്ടയിൽ നിന്നുകൊണ്ട് ഇയാൾ ഇവിടെ ഒരു ബലം കൊടുക്കുന്നില്ലേ, നമ്മുടെ പെട്ടിയോട്ടയുടെ ആ സൈഡിലേക്ക് ഇയാൾ ഒരു ബലം കൊടുക്കുന്നല്ലോ. അപ്പൊ ഇത് എന്ത് ബലമാണ്? ആന്തരിക ബലമാണ്. ഇനി അടുത്ത് നോക്കി, ആന്തരിക ബലങ്ങൾ ഡാഷ് ആയിരിക്കും. അറിഞ്ഞിരിക്കുക, ആന്തരിക ബലങ്ങൾ സന്തുലിത ബലമായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ആന്തരിക ബലം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ആകെയുള്ള ബലം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ആകെയുള്ള ബലം എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് നമ്മളിവിടെ ഇപ്പൊ ഒരു കൈ കൊണ്ട് നിങ്ങളൊരു ബലം കൊടുക്കുന്നു, ഇവിടെ നമുക്ക് കാണാൻ പറ്റും 2 കൈകൾ കൊണ്ടും അയാൾ ബലം കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അയാൾ കൊടുക്കുന്ന ഒരു ബലം ഇപ്പം 50 ആണെങ്കിൽ അടുത്ത ബലം -50. അപ്പൊ രണ്ടോട് കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 0 എന്നല്ലേ കിട്ടുന്നത്. അതായത് എപ്പോഴും ഓർത്തു വെക്കുക, ആന്തരിക ബലങ്ങൾ, നമ്മളൊരു വസ്തുവിൽ ആന്തരിക ബലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു സന്തുലിത ബലമാണ്. സന്തുലിത ബലം നമുക്കറിയാം. സന്തുലിത ബലം എന്ന് പറയുന്നത് പരിണിത ബലം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ 0 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എന്ത് ബലമാണ്? സന്തുലിത ബലം. അപ്പൊ ഇവിടെ സന്തുലിത ബലമാണെങ്കിൽ വസ്തു എന്ത് ചെയ്യില്ല? ചലിക്കില്ല. നമ്മൾ പഠിച്ചതാണ് സന്തുലിത ബലത്തിന്റെ ഫീച്ചേഴ്സ്. സന്തുലിത ബലം ആണ് ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ വസ്തുവിന്റെ ദിശ മാറ്റാൻ പറ്റില്ല, വേഗം മാറ്റാൻ പറ്റില്ല, അതിന്റെ ചലന അവസ്ഥ മാറ്റാൻ പറ്റില്ല, ദിശ മാറ്റാൻ പറ്റില്ല അല്ലെ. സോ ആന്തരിക ബലം എപ്പോഴും സന്തുലിത ബലമായിരിക്കും. ആന്തരിക ബലം കൊടുത്താൽ വസ്തു എന്ത് ചെയ്യില്ല? അനങ്ങില്ല. മറിച്ച് നമ്മളിപ്പോ പുറത്തു നിന്നൊരു ബലം കൊടുക്കുന്നു, നമ്മളിവിടെ കണ്ടു ഇയാൾ ഇവിടെ നിന്ന് എന്താ ഇറങ്ങി ഈ ഒരു സ്ഥാനത്ത് വന്ന് പുറത്തു നിന്നൊരു ബലം കൊടുക്കുവാണ്. ആ ബലത്തെ നമ്മൾ വിളിക്കും ബാഹ്യബലം. എന്താണ്? ബാഹ്യബലം. അപ്പൊ ബാഹ്യബലം കൊടുത്താൽ വസ്തു എന്ത് ചെയ്യും? ചലിക്കും. കാരണം ബാഹ്യബലം എന്ന് പറയുന്നത് അസന്തുലിതമായിരിക്കും. അതായത് പരിണിത ബലം എന്ന് പറയുന്നത് 0 ആയിരിക്കില്ല. 0 ഒഴിച്ച് ഏത് ബലയുമാണ് എങ്കിൽ നമ്മൾ പറയുന്നതാണ് അസന്തുലിത ബലം. ഓർത്തു വെക്കുക, ബാഹ്യബലം എപ്പോഴും അസന്തുലിത ബലമായിരിക്കും. ഇനി എടുത്ത് നോക്കിയേ, നമ്മളിപ്പോ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് പറയുവാണ്. ബലം എന്ന് പറയുന്നത് ബാഹ്യബലവുമുണ്ട്, ആന്തരിക ബലമുണ്ട്. ഓർത്തു വെക്കുക, ആന്തരിക ബലം എല്ലായ്പ്പോഴും നമ്മൾ ഏത് സിറ്റുവേഷൻ എടുത്തോട്ടെ ആന്തരിക ബലം സന്തുലിത ബലമായിരിക്കും. സന്തുലിത ബലമാണ്. അതായത് ആകെയുള്ള ബലം, നമ്മൾ ആകെയുള്ള ബലം എന്ന് പറയുന്നത് ടോട്ടൽ ബലം, നമ്മൾ ആകെയുള്ള ബലം നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 0 ആണ് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള ബലമാണ് സന്തുലിത ബലം. അപ്പൊ സന്തുലിത ബലം കൊടുത്താൽ വസ്തു എന്ത് ചെയ്യില്ല? ചലിക്കില്ല. ഓക്കെ, ഇനി ബാഹ്യബലം. അപ്പൊ നമ്മൾ ഈ ബാഹ്യബലം കൊടുക്കുമ്പോൾ ചില സമയങ്ങളിൽ ബാഹ്യബലം എന്തുമാകാം? സന്തുലിതമാകാം കേട്ടോ. അതായത് നമ്മൾ പുറമേ നിന്ന് ബലം കൊടുക്കുന്നു. അപ്പൊ ഞാനിപ്പോ ഒരു ബലം കൊടുത്തു, ഞാൻ പുറമേ നിന്ന് കൊടുക്കുകയാണ്. പക്ഷെ കൊടുക്കുമ്പോൾ മൊത്തം ചില സമയങ്ങളിൽ എന്ത് വരാം? 0 വരാം. സോ ബാഹ്യബലം സന്തുലിതവുമാകാം അസന്തുലിതവുമാകാം. സന്തുലിതമാണെങ്കിൽ, എപ്പോഴും ഓർക്കുക, സന്തുലിതമാണെങ്കിൽ എന്തില്ല? വസ്തുവിന് ചലനമില്ല. വസ്തുവിന് ചലനമില്ല. എന്നാൽ അസന്തുലിത ബലമാണെങ്കിൽ എന്ത് പറ്റും? വസ്തുവിന്റെ സ്ഥാനം മാറാം, വസ്തുവിന്റെ ചലനം മാറാം, ചലന വേഗത മാറാം, ചലന ദിശ മാറ്റം സംഭവിക്കാം. അപ്പൊ നമ്മളിപ്പോ പഠിച്ച മെയിൻ കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് സന്തുലിത ബലത്തെ പറ്റി നമ്മൾ പഠിച്ചു. സന്തുലിത ബലം ഓർത്തു വെക്കുക, സന്തുലിത ബലം എന്ത് ചെയ്യില്ല? വസ്തുവിനെ ചലിപ്പിക്കില്ല. അസന്തുലിത ബലം എന്താണ് നമ്മൾ പഠിച്ചു? അസന്തുലിത ബലം ഉണ്ടെങ്കിൽ വസ്തു ചലിക്കും, നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരും, വേഗതയ്ക്ക് മാറ്റം വരും, ദിശയ്ക്ക് മാറ്റം വരും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബാഹ്യബലം എന്താണ്, ആന്തരിക ബലം എന്താണെന്നാണ്. ആന്തരിക ബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് അകത്തു നിന്നും ഉണ്ടാകുന്ന ബലമാണ് ആന്തരിക
ആന്തരിക ബലം. ആന്തരിക ബലം എപ്പോഴും സന്തുലിതമായിരിക്കും. അതായത് സന്തുലിതമായതുകൊണ്ട് അവയ്ക്ക് എന്തില്ല? ചലനമില്ല. ഇനി ബാഹ്യബലം സന്തുലിതവുമാകാം അസന്തുലിതവുമാകാം. ജനറൽ കേസസിൽ, കൂടുതൽ കേസസിൽ അസന്തുലിതമായിട്ടാണ് നമുക്ക് ബാഹ്യബലത്തെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പൊ സന്തുലിതവുമുണ്ട് അസന്തുലിതവുമുണ്ട്. സന്തുലിതമാണെങ്കിൽ നമ്മൾ എപ്പോഴും ഓർത്തു വെക്കുക, വസ്തുവിന് ചലനമില്ല. അസന്തുലിതമാണെങ്കിൽ എന്ത് ചെയ്യും? വസ്തുവിന്റെ ദിശയ്ക്ക് മാറ്റം വരും, വസ്തു ചലിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ഇത്രയും ഒക്കെ അല്ലേ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഈ ഒരു കോൺസെപ്റ്റ് മാപ്പിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാൻ ചലനത്തിന്റെ എതിർദിശയിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കണം. ഒരു വസ്തുവിന്റെ സമവേഗത്തിലുള്ള നേർരേഖാ ചലനം നിലനിർത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. അപ്പൊ എന്താ ഫസ്റ്റ് നോക്കിയേ, ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാൻ ചലനത്തിന്റെ എതിർദിശയിൽ അസന്തുലിത ബാഹ്യബലം കൊടുക്കണം. അതായത് വസ്തു ചലിക്കണമെങ്കിലും നിശ്ചലമാകണമെങ്കിലും നമ്മൾ കൊടുക്കേണ്ടത് ഒന്ന് അസന്തുലിത ബലമായിരിക്കണം. അസന്തുലിതം എന്ന് പറഞ്ഞാൽ അൺബാലൻസ്ഡ് ആയിരിക്കണം. ആകെ കിട്ടുന്നത് പൂജ്യമല്ലാത്തൊരു ബല, അസന്തുലിതമായിരിക്കണം. അതോടൊപ്പം തന്നെ അത് ബാഹ്യബലമായിരിക്കണം, അത് പുറമേ നിന്നുള്ള ബലവുമായിരിക്കണം. അപ്പൊ എന്താ, ഇങ്ങനൊരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണെ, ഒരു വസ്തു ഒരു ബോള് ഈ ദിശയിൽ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബോളിനെ എനിക്ക് നിർത്തണം. ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ബോൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ മൂവ് ചെയ്യുവാണേ. അപ്പൊ ഈ ബോളിനെ എനിക്ക് നിർത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ചലനത്തിന്റെ എതിർദിശയിൽ, ഇത് ഇങ്ങോട്ടല്ലേ ചലിക്കുന്നത്, വസ്തുത ഇങ്ങോട്ടാണ് ചലിക്കുന്നത്. അപ്പൊ ഇത് ചലിക്കുന്ന എതിർദിശ, അപ്പൊ ഇത് ചലിക്കുന്നതിന്റെ എതിർദിശ എന്ന് പറയുമ്പോൾ ഇതല്ലേ ദിശ. ഈ ദിശയിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഒരു ബാഹ്യ അസന്തുലിത ബലം പ്രയോഗിച്ചാൽ മതി. എന്ത് ചെയ്താൽ മതി? ബാഹ്യ അസന്തുലിത ബലം പ്രയോഗിച്ചാൽ വസ്തുവിന്റെ ചലനം നിൽക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ പഠിച്ച കോൺസെപ്റ്റ് ഇതാണ്. ഇപ്പൊ പഠിച്ച ആദ്യത്തെ പോയിന്റ് ഇതാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നമുക്ക് നിശ്ചലമാക്കണം. ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാ. ഈ ഒരു വസ്തുവിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച ഈ ഒരു ദിശയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ നിന്ന് ഒരു ബലം കൊടുത്തു കഴിഞ്ഞാൽ വസ്തു എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ നിന്ന് ഒരു ബലം കൊടുത്താൽ വസ്തു വീണ്ടും ഇങ്ങ് മുന്നോട്ടല്ലേ പോത്തോളൂ. ആ വസ്തു ചലിക്കുന്ന അതേ ദിശയിൽ കൊടുത്താൽ വസ്തുവിന്റെ ചലനം കൂടും. നിങ്ങളിപ്പോ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോ ഒരു ബോൾ ഇരിക്കുന്നു, ആ ബോളിനെ നമ്മൾ ചെറുതായിട്ട് ഒരു കുട്ടികൾ കളിക്കുന്ന ബാറ്റ് ഉണ്ടല്ലോ, ചെറിയൊരു ബാറ്റ് കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് തട്ടുന്നു. ഒരു കുഞ്ഞു ബാറ്റ് കൊണ്ട് തട്ടുമ്പോൾ നമ്മുടെ ബോൾ ഇങ്ങോട്ട് പോകുന്നതായിട്ട് കാണാം അല്ലേ. അപ്പൊ നമ്മൾ വീണ്ടും ഈ ബാറ്റ് കൊണ്ട് ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ബോളിനെ തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ്ടും ഇത് മുന്നോട്ട് പോകും. അതായത് വസ്തു ചലിക്കുന്ന ദിശയിലാണ് നമ്മൾ ബലം കൊടുക്കുന്നതെങ്കിൽ ഈ വസ്തു ചലിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചാലും മതി. നമ്മളൊരു ബോളിലേക്ക് നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടുന്നു, അപ്പൊ ആ ബോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. പിന്നെ വീണ്ടും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ലേ. അപ്പൊ ഈ ബോൾ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് വരുന്ന വഴി, ഈ വരുന്ന വഴി ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കൈ അങ്ങോട്ട് വെച്ചാൽ പോരെ. ഇവിടെ കൈ വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ ബോൾ നിൽക്കില്ലേ. അതായത് വസ്തു ചലിച്ചുകൊണ്ടിരുന്ന ഈ ഡയറക്ഷൻ ആണ്, അതിന്റെ എതിർ ദിശ. ഈ ഒരു ദിശയിൽ ഞാൻ ഇവിടെ ഒരു ബലം കൊടുത്തു, ഞാൻ ഇവിടെ കൈ വെച്ച് ഒന്ന് പിടിച്ചു. അപ്പൊ പിടിക്കുമ്പോൾ എന്ത് പറ്റും? ഞാനൊരു ബലം കൊടുത്തു. ആ ബലത്തിന്റെ പ്രത്യേകത നോക്കിയേ, ഞാൻ കൊടുത്ത എന്ത് ബലമാണ്? അസന്തുലിത ബലമാണ്. അതായത് ആകെയുള്ള ബലം നോക്കുമ്പോൾ 0 ആയിരിക്കില്ല. അതോടൊപ്പം തന്നെ ഞാൻ ബാഹ്യ ബലമാണ് കൊടുത്തത്. ആ ബോളിന്റെ പുറമേ അല്ലേ ഞാൻ ബലം കൊടുക്കുന്നത്, ബോളിന്റെ ഉള്ളിലോട്ടൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്, ബോളിന്റെ പുറമേ അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബാഹ്യ അസന്തുലിത ബലം ചലന ദിശയ്ക്ക് എതിർ ദിശയിൽ പ്രയോഗിച്ചാൽ വസ്തുവിന്റെ ചലനം എന്ത് ചെയ്യും? നിൽക്കും. ഇനി അടുത്തൊരു കേസ്, ഇങ്ങനെ ഒരു ബോൾ വരുന്നു. അപ്പൊ ഈ ഒരു ബോളിലേക്ക് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ എതിർ ദിശയിൽ ഒരു ബാഹ്യ അസന്തുലിത ബലം കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും ഈ ബോൾ എന്ത് ചെയ്യും? നിൽക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർത്ത് നോക്കുക, ചലനത്തിന്റെ എതിർ ദിശയിൽ അസന്തുലിത ബാഹ്യബലം കൊടുത്താൽ വസ്തുവിന്റെ ചലനം നിൽക്കും. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് നോക്കി നോക്കുക. അടുത്ത നോക്കിയേ, ഒരു വസ്തുവിന് സമവേഗത്തിലുള്ള നേർരേഖാ ചലനം നിലനിർത്തുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ഓക്കെ, ഇതാ നോക്കിയേ, ഒരു വസ്തു സമവേഗത്തിൽ നേർരേഖയിൽ ചലിക്കുകയാണ്. നേർരേഖയിലാണ് വസ്തു സഞ്ചരിക്കുന്നത്. അപ്പൊ നമ്മൾ സമവേഗം എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണല്ലേ.
തുല്യ സമയ ഇന്റർവെല്ലിൽ തുല്യ വേഗതയായിരിക്കും. അതായത് ഒരു സെക്കൻഡിൽ ഇപ്പോൾ അത് 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിച്ചാൽ വീണ്ടും ഒരു സെക്കൻഡിൽ അത് 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലായിരിക്കും. അതായത് ഓരോ സെക്കൻഡിന്റെയും അതിന്റെ വേഗത എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ഇതാണ് സമവേഗത. അപ്പൊ അത് ഇങ്ങനെ ഒരു ബോള് സമവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ആദ്യം ഒരു ബോള്, അപ്പൊ ഈ ബോൾ ആദ്യം ഈ ഒരു സ്ഥാനത്ത് നിന്നു, ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ സ്ഥാനത്ത് വന്നു, പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ സ്ഥാനത്ത്, അങ്ങനെ ബോൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ബോളിന്റെ വേഗത നോക്കിയേ, ഓരോ സെക്കൻഡുകളിലും ബോളിന്റെ വേഗത 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ബോളിന് സമവേഗതയാണുള്ളത്. കൂടാതെ തന്നെ ഇതൊരു നേർരേഖയിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇങ്ങനെ ഒരു സഞ്ചരിക്കുന്ന വസ്തുവിന് ഒരു അസന്തുലിത ബാഹ്യബലം വേണ്ട. ഇങ്ങനെ ഒരു വസ്തു പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഈ വസ്തുവിലേക്ക് ഒരു അസന്തുലിതമായിട്ട് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, ബാഹ്യബലം കൊടുക്കണ്ട. ഈ വസ്തു ഇങ്ങനെ തന്നെ ചലിച്ചോടും. അതായത് ഇങ്ങനെ ഒരു സമവേഗത്തിൽ നേർരേഖയിലാണ് വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ ബലം ഒന്നും കൊടുത്തില്ലെങ്കിലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാൻ പറ്റും വസ്തുത ഇങ്ങനെ ഇവിടുത്തും ഇങ്ങനെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പം വസ്തുവിന്റെ ചലനം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് കാണാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഓർത്തു വെക്കുക. ഇപ്പം പറഞ്ഞ ഒരു വസ്തുവിന് സമവേഗത്തിലുള്ള നേർരേഖ ചലനം നിലനിർത്തുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഗലീലിയോ ഗലീലി. ഇമ്പോർട്ടൻ്റ് ആണ്, ഗലീലിയോ ഗലീലി. ഓക്കെ, അതായത് ഒരു വസ്തു സമവേഗത്തിൽ നേർരേഖയിൽ ചലിച്ചാൽ അതിന് എന്തു വേണ്ട, ഒരു അസന്തുലിത ബാഹ്യബലം വേണ്ട എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ പറയണം ഗലീലിയോ ഗലീലി. ഇനി ഇതിന്റെ തന്നെ വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരു വസ്തുവിന് സമവേഗത്തിലുള്ള നേർരേഖ ചലനം നിലനിർത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ്. ഇവിടെ നമ്മൾ ആവശ്യമില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ഗലീലിയോ ഗലീലിയാണ് കേട്ടോ. ഇതാണ് കറക്റ്റ്. നമ്മുടെ ഗലീലിയോ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. ഒരു വസ്തുവിന് എന്ത് ചെയ്യുന്നു, നേർരേഖയിലാണ് സമവേഗത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ പുറമേ നിന്നുള്ള ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല. അത് കറക്റ്റ് ആണ്, പറഞ്ഞത് ഗലീലിയോ ആണ്. പക്ഷേ ഇങ്ങനൊരു വസ്തു സമവേഗത്തിൽ നേർരേഖയിൽ സഞ്ചരിച്ചാൽ നമ്മളൊരു ബലം കൊടുക്കണം, ഒരു ബാഹ്യ അൺബാലൻസ്ഡ് ഫോഴ്സ് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് കേട്ടോ. ആവശ്യമുണ്ട്, ഇങ്ങനൊരു ബലം നമ്മൾ കൊടുക്കണം. ഇത്തരത്തിൽ ഒരു വസ്തുവിന് നേർരേഖയിൽ സമവേഗത്തിൽ സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ ബാഹ്യ അസന്തുലിത ബലം കൊടുക്കണം എന്ന് പറഞ്ഞത്, ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലായിരുന്നു കേട്ടോ. ഇത് അരിസ്റ്റോട്ടിൽ ആദ്യകാലങ്ങളിൽ അരിസ്റ്റോട്ടിലാണ് ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് പറഞ്ഞത്. പക്ഷെ ഇത് ഒരു തെറ്റായ കാര്യമാണ് കേട്ടോ. അതായത് ഇങ്ങനെ പോകുന്ന ഒരു വസ്തു സമവേഗത്തിൽ പോകുന്നു, നേർരേഖയിൽ പോകുന്നു, നമ്മൾ ഒരു ബലവും കൊടുക്കണ്ട. നമ്മൾ പുറമേ കൊടുക്കുന്ന ബലമല്ലേ ബാഹ്യബലം, നമ്മൾ പുറമേ ഒരു അസന്തുലിത ബലം കൊടുക്കണ്ട. അതാണ് കറക്റ്റ്. അത് പറഞ്ഞത് ഗലീലിയോ ഗലീലിയാണ്. പക്ഷെ ഇത് ആദ്യം ഇതിനെയൊക്കെ പറ്റി ചെയ്തു നോക്കിയ സയന്റിസ്റ്റ് അരിസ്റ്റോട്ടിലായിരുന്നു. അപ്പൊ അരിസ്റ്റോട്ടിൽ ഇത് ചെയ്തു നോക്കിയപ്പം അദ്ദേഹത്തിന് തോന്നിയത് ഒരു വസ്തു നേർരേഖയിൽ സമവേഗത്തിൽ പോകുമ്പോൾ ഒരു അസന്തുലിത ബാഹ്യബലം കൊടുക്കണം, എങ്കിൽ മാത്രമേ വസ്തുവിന്റെ ചലനം നടക്കൂ എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു. പിന്നീട് പരീക്ഷണങ്ങളിലൂടെ ഗലീലിയോ ഗലീലിയാണ് തെളിയിച്ചത് അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഈ കാര്യം തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബാഹ്യബലം ഒന്നും തന്നെ വേണ്ട. ഒരു വസ്തു സമവേഗത്തിൽ നേർരേഖയിൽ സഞ്ചരിച്ച ബാഹ്യബലം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത് ഗലീലിയോ ഗലീലിയാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. ഗലീലിയോ ഗലീലിയാണ് കറക്റ്റായ കാര്യം പറഞ്ഞത്. ഒരു വസ്തു നേർരേഖയിൽ സമവേഗത്തിൽ പോയി കഴിഞ്ഞാൽ ബാഹ്യ ബലം കൊടുക്കേണ്ട ആവശ്യമില്ല, ബാഹ്യ അസന്തുലിത ബലം കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുക്കണം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലായിരുന്നു. അത് തെറ്റായിരുന്നു. ഓക്കെ, അടുത്ത നോക്കിയേ. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം കൊടുക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ചലന അവസ്ഥയ്ക്കും നിശ്ചല അവസ്ഥയ്ക്കും ഒരു വസ്തുവിന്റെ അവസ്ഥാ മാറ്റം, നമുക്കറിയാം വസ്തു പ്രധാനമായും രണ്ടവസ്ഥയിലാണല്ലേ കാണുന്നത്. ഒന്നുകിൽ നമ്മൾ കാണുന്ന വസ്തുക്കളെല്ലാം നിശ്ചലമായിരിക്കും, റെസ്റ്റിലായിരിക്കും, അനങ്ങാതെ എവിടെയെങ്കിലും ഇരിക്കുമായിരിക്കും ചില വസ്തുക്കൾ ചലനത്തിലായിരിക്കും, വസ്തു ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അല്ലേ, അത് ഓരോ സ്ഥലത്തോട്ട് സഞ്ചരിക്കാം. അപ്പൊ നമ്മൾ രണ്ട് അവസ്ഥയിലാണ് വസ്തുക്കളെ കാണുന്നത്, നിശ്ചല അവസ്ഥയിലാകാം അല്ലെങ്കിൽ ചലനാവസ്ഥയിലാകാം. അപ്പം ഒരു വസ്തു ഇപ്പം നിശ്ചല അവസ്ഥയിൽ നിന്നും ചലനാവസ്ഥയിലെത്തണം, അല്ലെങ്കിൽ ചലിക്കുന്ന വസ്തുവിന് നിശ്ചലമാകണം. അവസ്ഥകൾ മാറ്റണമെങ്കിൽ, അവസ്ഥകൾക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വേണം? അസന്തുലിത ബാഹ്യബലം വേണം. അസന്തുലിത ബാഹ്യബലം ഉണ്ടെങ്കിൽ മാത്രമേ വസ്തുവിന് അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ,
അപ്പൊ നമുക്ക് ഈ ഗലീലിയെ പറ്റി നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ നമ്മൾ ഈ ഗലീലിയെ പറ്റി നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗലീലിയോ ഗലീലി അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഇറ്റലിയിലെ പിസയാണ്. കുട്ടിക്കാലം മുതൽ ഗലീലിയോയ്ക്ക് ഗണിതത്തിലും തത്വചിന്തയിലും താല്പര്യമുണ്ടായിരുന്നു. 1581 ഇയർ നോക്കി വെക്കണേ, ആദ്യത്തെ ശാസ്ത്ര ഗ്രന്ഥമായ ദ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകത്തിൽ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തുന്നതിനുള്ള ആർക്കിമിഡീസ് രീതി അദ്ദേഹം എഴുതി. അതായത് ഒരു വട്ടത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു മാച്ച് ദ ഫോളോയിങ് പോലെ ചോദിച്ചു. അപ്പൊ ഓരോ ശാസ്ത്രജ്ഞരും അവരുടെ പുസ്തകങ്ങളും കൊടുത്തിരുന്നു. അപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ദി ലിറ്റിൽ ബാലൻസ്. അപ്പൊ നമ്മൾ മാച്ച് ചെയ്ത് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് എഴുതണമായിരുന്നു. അപ്പൊ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകം നിങ്ങൾ ഓർത്തു വെക്കുക, ഗലീലിയോ ഗലീലിയുടേതാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ശാസ്ത്ര ഗ്രന്ഥമാണ് ഏത്, ദ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകം. ഇത് അദ്ദേഹം 1581 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം ആർക്കിമിഡീസിന്റെ രീതിയിലൂടെ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്തു. തന്റെ സ്വന്തം ദൂരദർശിനിയിലൂടെ, അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്ട് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ടെലിസ്കോപ്പിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, ശനിയെയും ശുക്രനെയും നിരീക്ഷിച്ച് എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നതായി വാദിച്ചു. അതായത് എല്ലാ ഗ്രഹങ്ങളും നമുക്കറിയാം സൂര്യനെ ചുറ്റുന്നുണ്ട്. അത് അദ്ദേഹം സ്വയം കണ്ടെത്തിയ ടെലിസ്കോപ്പിലൂടെ ശനിയെയും ശുക്രനെയും നിരീക്ഷിച്ചാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിച്ചേർന്നത്. പിന്നെ ചരിവ് തലങ്ങൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം ജഡത്വത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകാനായിട്ട് കഴിഞ്ഞു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വസ്തുവിൽ നേർരേഖയിൽ സമവേഗത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണ്ട, അസന്തുലിത ബാഹ്യ ബലം വേണ്ട എന്നൊരു ഐഡിയ അദ്ദേഹം പറഞ്ഞില്ലേ. അപ്പം ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചത് ചരിവ് തലങ്ങളിൽ അദ്ദേഹം ഒരു പരീക്ഷണങ്ങൾ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ ഇതിലൂടെ അദ്ദേഹത്തിന് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമാണ് ജഡത്വം, അല്ലെങ്കിൽ ഇനേർഷ്യ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പം ആരാണ് ജഡത്വം മുന്നോട്ട് വെച്ചത് ചോദിച്ചാൽ പറയണം, ഗലീലിയോ ഗലീലിയാണ്. ഗലീലിയോ ഗലീലിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. കാരണം നമ്മൾ എപ്പോഴും ലോസ് ഓഫ് മോഷനെ പറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഗലീലിയോ ഓർക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ ബോക്സിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് 1581 അദ്ദേഹം ആദ്യത്തെ ശാസ്ത്ര ഗ്രന്ഥമായ ദ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകം അവതരിപ്പിച്ചു. ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ പറയണമെന്നില്ല. അപ്പൊ ഈ പുസ്തകം ലിറ്റിൽ ബാലൻസ് ആരുമായി ബന്ധപ്പെട്ടതാണ്, ഗലീലിയോ ഗലീലി. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ താൻ കണ്ടെത്തിയ ദൂരദർശിനിയുടെ സഹായത്തോടെ ശനിയെയും ശുക്രനെയും നിരീക്ഷിച്ച് ഗ്രഹങ്ങളെല്ലാം സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നു എന്ന കാര്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. മൂന്നാമത് അദ്ദേഹം ചരിവ് തലങ്ങളുടെ സഹായത്തോടു കൂടി ജഡത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഇപ്പൊ ജഡത്വം എന്താണെന്ന് നമുക്ക് പറയാം കേട്ടോ. ജഡത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചു. മൂന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ നിങ്ങൾ ഓർത്തു വെക്കുക, സമവേഗത്തിൽ നേർരേഖയിലാണ് ഒരു വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ അതിന് എന്ത് വേണ്ട, അസന്തുലിത ബാഹ്യബലം വേണ്ട. ഇത് അദ്ദേഹം അരിസ്റ്റോട്ടിൽ എന്ന ശാസ്ത്രജ്ഞന്റെ വാദം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത്. കാരണം അരിസ്റ്റോട്ടിൽ പറഞ്ഞു ഇങ്ങനെ സമവേഗത്തിൽ നേർരേഖയിൽ വസ്തു സഞ്ചരിച്ചാൽ അവിടെ ഒരു അസന്തുലിത ബാഹ്യബലം വേണം എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അത് അദ്ദേഹം പിന്നീട് പരീക്ഷണങ്ങൾ നടത്തി. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ ചരിവ് തലങ്ങളുടെ സഹായത്തോടു കൂടി ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുകയും അദ്ദേഹം ഒരു ഐഡിയയിലേക്ക് എത്തിച്ചേർന്നു. ഇത്തരത്തിലാണ് ഒരു വസ്തുവിന്റെ സഞ്ചാരമെങ്കിൽ അതിന് എന്ത് വേണ്ട, അസന്തുലിത ബാഹ്യബലം വേണ്ട. അപ്പൊ ഇവിടെ ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് നമ്മുടെ ഗലീലിയോ ഗലീലിയാണ് കേട്ടോ. ജഡത്വം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ജഡത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ജഡത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത്, വേറൊരു രീതിയിലും ചോദിക്കാം, ജഡത്വ നിയമം മുന്നോട്ട് വെച്ചതെന്ന് ചോദിച്ചാലും ആരാണ്? നമ്മുടെ ഗലീലിയോ ഗലീലിയാണ് കേട്ടോ. ജഡത്വ നിയമം എന്ന ആശയം മുന്നോട്ട് വെച്ചതും ജഡത്വവും ജഡത്വ നിയമവും മുന്നോട്ട് വെച്ചത് ഗലീലിയോ ഗലീലിയാണ്. ജഡത്വം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് ഒരു സ്ഥിതിയിൽ തന്നെ തുടരാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ജഡത്വം എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ബോക്സ് എടുത്തു. അപ്പൊ ഈ ബോക്സ് ചലിക്കാതിരിക്കുവാണ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോക്സാണ്. അപ്പൊ ഈ ബോക്സ് ആഗ്രഹിക്കും, ഞാൻ റെസ്റ്റിലല്ലേ ഇരിക്കുന്നത്, ഞാൻ ചലിക്കാതിരിക്കുമല്ലേ, അങ്ങനെ തന്നെ പോവാം, ചലിക്കാതെ തന്നെ
ഇരിക്കാം. ഈ ബോക്സ് ഇങ്ങനെ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ ഒരു കഴിവ് ബോക്സിന് ചലനത്തിൽ ചലിക്കാതെ ഈ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാൻ നമ്മുടെ ബോക്സ് ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ വേറൊരു ഒരു ബോൾ എടുക്കുന്നു. അപ്പൊ ഈ ബോളിനെ ഞാൻ അങ്ങോട്ട് നമ്മുടെ വായുവിലോട്ട് എറിയുവാണേ. അപ്പൊ എറിഞ്ഞത് ആ ബോൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ബോളിന്റെ ആഗ്രഹം എന്താ? ഞാനിപ്പോ ചലിക്കുമല്ലേ, ഞാൻ ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ. അപ്പം ബോളിന് എന്താണ് ആഗ്രഹം? ചലിക്കാനാണ് അതിന്റെ ആഗ്രഹം. അപ്പൊ ഇവിടെ രണ്ടും ജഡത്വമാണ്. അതായത് നമ്മുടെ ബോക്സിനെ എടുക്കുമ്പോൾ ബോക്സിന് നിശ്ചലാവസ്ഥയിൽ ഇരിക്കാനാണ് ആഗ്രഹം. നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനായിട്ട് ബോക്സ് ആഗ്രഹിക്കുന്നു. എന്നാൽ ബോളോ ബോളിപ്പം വായുവിലാണല്ലേ, അപ്പൊ അത് ചലിച്ചപ്പം അതിന് ഇഷ്ടപ്പെട്ടത് ചലനമാണ്. അപ്പൊ അതിന് ചലനത്തിൽ തന്നെ തുടരാനായിട്ട് ആഗ്രഹം. അപ്പോൾ ഒരു വസ്തുവിന് അതിൻ്റെ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജഡത്വം അഥവാ ഇനേർഷ്യ. നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നിശ്ചലമായി തന്നെ തുടരാൻ തോന്നും. ചലനാവസ്ഥയിലാണെങ്കിൽ ആ ചലനാവസ്ഥയിൽ തന്നെ തുടരാൻ തോന്നും. ഇതാണ് ജഡത്വം. അപ്പൊ ജഡത്വം അല്ലെങ്കിൽ ജഡത്വ നിയമം മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഗലീലിയോ ഗലീലി ആണ്. ഓക്കെ,